ഹലോ ഗൈസ്, പ്രോഫിറ്റ് ആൻഡ് ലോസിലെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദിത്യ സെൽസ് wrist watch from his personal collection for 12,600 each. On the first watch, he gained 26%, and on the second, he loses 10%. And the overall loss or gain percentage. Okay, normally guys, നിങ്ങൾ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക? റേഷ്യോ മെത്തേഡ് വെച്ച്, റൈറ്റ്? റേഷ്യോ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാം. ഇന്ന് ഞാൻ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ഒരു ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് 5 സെക്കൻഡിനുള്ളിൽ ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓവറോൾ ആണ്, ഓവറോൾ ഗെയിൻ ഓർ ലോസ് പെർസെൻറ്റേജ്. ഈ 12,600 രൂപ തന്നത് ഇത് വെറുതെയാണ്, ഇതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, വെട്ടിക്കളണം. ഓക്കെ, ഓവറോൾ കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ഫോമിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 100x + y + 2xy by 200 + x + y. അപ്പൊ ഇത്ര ഗെയിന് 26%. അപ്പൊ +26 ആണ് എക്സ്. വൈ എന്താ? ലോസ് ഓഫ് 10%, -10 ആണ് y. സബ്സ്റ്റിറ്റ്യൂട്ട് ഇവിടെ ദാറ്റ് ഈസ് 100, 26 - 10 ദാറ്റ് വിൽ ബി 16 + 2 × 26 × -10 ദാറ്റ് ഈസ് -260. ഓക്കെ, ഡിവൈഡഡ് ബൈ 200 + x + y ദാറ്റ് ഈസ് 16. ദാറ്റ് വിൽ ബി 1600 - 520 by 216. That is equal to 1080 by 216, and that is simply 5. In answer plus item, that will be +5%. That will be profit of 5%. In ratio method വെച്ച് എങ്ങനെ ചെയ്യാൻ കാണിച്ചു തരാം. റേഷ്യോ ചെയ്യുമ്പോഴേ നമുക്ക് CP SP, ഫസ്റ്റ് ഐറ്റം, സെക്കൻഡ് ഐറ്റം. ഫസ്റ്റ് ഓഫ് ഓൾ 100 ഒരു വസ്തു വാങ്ങിച്ചാൽ ഗെയിൻ ഓഫ് 26%, 100 126. ഇനി ലോസ് ഓഫ് 10%. ഇനി 100 സോറി ഒന്നുകൂടി പറയാം. ഇവിടെ CP, ഇവിടെ ഫസ്റ്റ് ഐറ്റം, സെക്കൻഡ് ഐറ്റം. 100 ഐറ്റം വാങ്ങിച്ചാൽ പ്രോഫിറ്റ് ഓഫ് 26 + 126. ഇനി 100 ഐറ്റം വാങ്ങിച്ചാൽ ഇവിടുത്തെ ലോസ് ഓഫ് 10% എന്ന് വെച്ചാൽ 90 ആക്കണം. ഇനി ഇവിടെ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷനാണ്, സിംപ്ലിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല ഇവിടെ SP സെയിം ആക്കണം. നമുക്ക് SP സെയിം ആക്കാനായി ഇനി നിങ്ങൾക്ക് സിംപ്ലിഫൈ ആക്കി ഇവിടെ 10, ഇവിടെ 9 ആക്കണേ ആക്കിക്കോ. പക്ഷെ ഇവിടെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നോക്ക്, ഇവിടെ 50 ആയിരിക്കും, ഇവിടെ നോക്ക് ഇവിടെ 63 ആയിരിക്കും. അതിനേക്കാളും ബെറ്റർ കട്ട് ചെയ്യാണ്ടിരിക്കുന്ന. ഇനി SP സെയിം ആക്കാനായിട്ട് എന്ത് ചെയ്യണ്ടേ? ഇൻറ്റു 90 വെച്ച് ചെയ്യാം. ഇൻറ്റു 90 എന്താ കോംപ്ലിക്കേറ്റഡ് ആയില്ലേ? ഇൻറ്റു ഇവിടെ 126 ഇൻറ്റു 126. ഓക്കെ, നമ്മുടെ SP സെയിം ആയി. ദാറ്റ് ഈസ് 126 ഇൻറ്റു 90. ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി 2 times. ഇനി ഇവിടെ CP എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 100 ഇൻറ്റു 90 + 126, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 21600. ഇനി ഇവിടെ വരാൻ പോകുന്നത് ദാറ്റ് ഈസ് 22680. നമുക്ക് ലോസ് പെർസെൻറ്റേജ് നോക്കാം. ഇവിടെ ഗെയിൻ പെർസെൻറ്റേജ് കാരണം കൂടുതൽ ചെയ്ത്, അപ്പോൾ ഗെയിൻ പെർസെൻറ്റേജ് ഇത് നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 1080. എന്തായാലും 1080 ഡിവൈഡഡ് ബൈ 21600 ഇൻറ്റു 100. ഓക്കെ, കാരണം ലോസ് എന്തിലാണ് എടുക്കുക? നമ്മൾ ലോസ് ഓർ ഗെയിൻ പെർസെൻറ്റേജ് CP യിലാണ് എടുക്കുക. ദാറ്റ് ഈസ് ഡിഫറൻസ്. ദാറ്റ് ഈസ് ഇവിടെ നിന്നാണ് SP - CP ഇൻറ്റു 100. ഇനി ചെയ്യുമ്പോൾ വരുന്നത് 5%. ഈ ഒരു മെത്തേഡിനെക്കാളും നല്ലൊരു മെത്തേഡ് അല്ലേ അത്? അല്ലേ ഗൈസ്? ഗൈസിന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. രാധ ബോട്ട് എ ഫ്രിഡ്ജ് ആൻഡ് എ വാഷിംഗ് മെഷീൻ ടുഗദർ ഫോർ 57,300. രണ്ടും കൂടി ദാറ്റ് ഈസ് ഫ്രിഡ്ജിന്റെയും വാഷിംഗ് മെഷീന്റെയും കൂടിയുള്ള കോസ്റ്റ് പ്രൈസ് ആണ് ഇത്. ആൻഡ് ഷീ സോൾഡ് ദ ഫ്രിഡ്ജ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 15%. 5% പ്രോഫിറ്റിൽ ഫ്രിഡ്ജ് വിറ്റു. ആൻഡ് വാഷിംഗ് മെഷീൻ അറ്റ് എ ലോസ് ഓഫ് 24%. വാഷിംഗ് മെഷീൻ 24% നഷ്ടത്തിന് വിറ്റു. ആൻഡ് ബോത്ത് ആർ സോൾഡ് അറ്റ് ദ സെയിം പ്രൈസ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ലൈൻ ആട്ടോ. ബോത്ത് ആർ സോൾഡ് അറ്റ് ദ സെയിം പ്രൈസ്. Okay, that is selling price of both are same. The cost price of the washing machine is no guys. നേരത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഓവറോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് കണ്ടുപിടിക്കണേ. ഞാൻ സെപ്പറേറ്റ് ഒരു ഫോമുല പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണ്ടേ? റേഷ്യോ മെത്തേഡ് ഉപയോഗിച്ചാൽ അത് കൺവെൻഷണൽ മെത്തേഡാണ്, അത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്, അത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം റേഷ്യോ മെത്തേഡ് എങ്ങനെ ടൈം കൺസ്യൂമിങ് ആണെന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഒരു ട്രിക്ക് ഉണ്ട്, അത് പറഞ്ഞു. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ദാറ്റ് ഈസ് ഇവിടെ 15% അല്ല പ്രോഫിറ്റ്. 15% 3/20 വരും. ദാറ്റ് ഈസ് CP SP. ഓക്കെ, 20 രൂപയുടെ സാധനം ഞാൻ വിൽക്കുന്നത് 23 രൂപയ്ക്ക് ഫസ്റ്റ് കേസിൽ. ഓക്കെ, ഇനി സെക്കൻഡ് കേസിൽ എന്താണ്? അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? സെക്കൻഡ് കേസിൽ ലോസ് ആണ്, 24% ലോസ്.
ഇനി 24% എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് രണ്ടോടും കുറയുമ്പോൾ 6 6/50 25 6/25 എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ലോസ് ആട്ടാ, മൈനസ് ആണ്. ഓക്കെ, 25 രൂപയുടെ സാധനം ഞാൻ വിൽക്കുന്നത് 19 രൂപ. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടിലും സെല്ലിംഗ് പ്രൈസ് സെയിം എന്ന് പറഞ്ഞിട്ട് നോക്ക്, സെല്ലിംഗ് പ്രൈസ് ഓഫ് ബോത്ത് ആർ സെയിം. അപ്പോൾ എന്ത് ചെയ്യേണ്ട, സെല്ലിംഗ് പ്രൈസ് നമുക്ക് സെയിം ആക്കണം. എന്ത് ചെയ്യേണ്ടത്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഇവിടെ 90 വെച്ചും ഇവിടെ 19 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 23 വെച്ചും ഇവിടെ 23 വെച്ചും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ എസ് പി വരുന്നത് 2 ടൈംസ് 2 ഇൻറ്റു ദാറ്റ് ഈസ് 23 ഇൻറ്റു 90. ഓക്കെ, ഇനി സി പി വരുന്ന ഇവിടെ വരുന്നത് എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 30380. ഓക്കെ, ഇത് വരുന്നത് ഇവിടെ വരുന്നത് 525 625 625 50 പോയിന്റ്സ് ഇതാ. ദാറ്റ് വിൽ ബി 575 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ വരുന്നത് എത്ര, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ വരുന്നത് 955. ഓക്കെ, നമുക്ക് കോസ്റ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റൈറ്റ്, രണ്ടും കൂടി വാങ്ങിച്ചത്, ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും വാങ്ങിച്ച് 57300. ദാറ്റ് ഈസ് 5730 രണ്ടും കൂടി കൂടിയുള്ള കോസ്റ്റ് പ്രൈസ്. ഇനി രണ്ടും കൂടി കൂടിയുള്ള നമുക്ക് എത്ര, 955 ഇൻറ്റു ഇനി നമുക്ക് എന്തിന്റെ വേണ്ടേ, കോസ്റ്റ് പ്രൈസ് ഓഫ് വാഷിംഗ് മെഷീൻ. വാഷിംഗ് മെഷീന്റെ കോസ്റ്റ് പ്രൈസ് ദാറ്റ് ഈസ് ഇവിടെ നോക്ക് 575 575. ഇതായിരിക്കും ഉത്തരം. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 34500. പക്ഷെ നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി മെത്തേഡ്, എന്തോരം കാൽക്കുലേഷനാണ്. കാൽക്കുലേഷൻ ആവശ്യമുണ്ട് ഈ ക്വസ്റ്റ്യൻ, കിട്ടൂല. ഓക്കെ, അതില്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാം. അതില്ലാണ്ട് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നോക്ക്, കീ പോയിന്റ് എന്ന് വെച്ചാൽ ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ബോത്ത് ആർ സെയിം, both are sold at the same selling price. Thus, the selling price of the fridge will be equal to selling price of washing machine. Okay, the selling price and the guys, that is cost price into fridge വിറ്റത് പ്രോഫിറ്റിനാണോ നഷ്ടത്തിനാണോ ലാഭത്തിനാണ്. ദാറ്റ് ഈസ് 15%. ദാറ്റ് ഈസ് 115/100 ഈക്വൽ. ദിസ് ഇസ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ഫ്രിഡ്ജ്. ഇനി തന്നിരിക്കുന്ന വാഷിംഗ് മെഷീന്റെ കേസിൽ വിറ്റത് ലാഭത്തിനാണ് നഷ്ടത്തിനാണ്. ദാറ്റ് ഈസ് കോസ്റ്റ് പ്രൈസ് ഓഫ് വാഷിംഗ് മെഷീൻ ഇൻറ്റു നഷ്ടത്തിൽ 24%. ദാറ്റ് വിൽ ബി 76/100. ഇനി 100 ക്യാൻസൽ. ഇനി കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ഫ്രിഡ്ജ് ബൈ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ വാഷിംഗ് മെഷീൻ വിൽ ബി ഈക്വൽ ടു 76/115. ഇനി നമുക്ക് രണ്ടിനും കൂടി ടോട്ടൽ കോസ്റ്റ് പ്രൈസ് തന്നിരിക്കുന്നത് 57300. ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ആണ് 57300. ഇനി രണ്ട് സം ചെയ്യുമ്പോൾ എത്ര വരുന്നത്, ഫസ്റ്റ് 189. നമുക്ക് എന്തിന്റെ കണ്ടുപിടിക്കേണ്ട കോസ്റ്റ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ് ആവശ്യം വാഷിംഗ് മെഷീൻ്റെ ആണ്. വാഷിംഗ് മെഷീൻ എത്ര, 115. റൈറ്റ്, 115 അപ്പോൾ ഇൻറ്റു 115. ഓക്കെ, ഓക്കെ, സോൾവ് ചെയ്യുമ്പോൾ ആൻസർ നമ്മൾ 34500. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ഗൈസ്, മറ്റേ സ്റ്റെപ്പിലൂടെ പോകുമ്പോൾ ഒരുപാട് ലെങ്തിയാണ്. സി പി എഴുതി, എസ് പി എഴുതി, രണ്ടിന്റെ എസ് പി ഇക്വേറ്റ് ചെയ്ത് എഴുതി, അത് കഴിഞ്ഞിട്ട് ഫൈനൽ സമ്മ എടുത്ത്, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ടോട്ടൽ സി പി എന്താന്ന് കണ്ടുപിടിച്ച്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ ടോട്ടൽ സി പി തന്നിട്ടുണ്ട്. ടോട്ടൽ സി പി വെച്ച് ഡിവൈഡഡ് ബൈ നമ്മുടെ സമ്മ്, കിട്ടിയ സി പിയുടെ സമ്മ് ഇൻറ്റു വാഷിംഗ് മെഷീൻ്റെ എത്രയാണോ അതിന്റെ സി പി. ഇത്ര ചെയ്യണേക്കാട്ടും നല്ല ഈ ഒരു മെത്തേഡ് ഇത്രയും കൂടി എളുപ്പമാണ്. ഓക്കെ, ഇത് ഉപയോഗിച്ചാൽ മതി. ഇനി കാൽക്കുലേഷൻ എങ്ങനെ എളുപ്പത്തിലാക്കാം, അതാണ് അടുത്ത ട്രിക്ക്. ഇതൊക്കെ നമുക്ക് 191 ഒരു പ്രൈം നമ്പറാണ്, അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ക്വസ്റ്റ്യനിൽ എന്തായാലും 2 0 വേണം. 2 0 വേണം എന്ന് ഉറപ്പാണ്. കാരണം ഇവിടെ 0 വെട്ടിക്കളയാനായിട്ട് ഒന്നുമില്ല. പിന്നെ 3 ഇൻറ്റു 5 15 5 വെച്ചാണ് അവസാനിക്കുന്നത്. അപ്പോൾ 0 എന്തായാലും 2 0 എന്തായാലും വേണം. അപ്പോൾ ഒരു 0 ഉള്ള ഈ ഓപ്ഷൻ വെട്ടിക്കളാൻ തന്നെ എനിക്കവിടെ 115ന് 5 ഇൻറ്റു 23 എഴുതാം. റൈറ്റ്, 5 ഇൻറ്റു 23 എഴുതാലോ. അപ്പൊ ഈ ഒരു ഇതെന്തായാലും 23 ഇവിടെ വെട്ടിക്കളക്കൂല. റൈറ്റ്, അപ്പൊ ഈ ഒരു സംഭവം 23ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. റൈറ്റ്, 23 മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇനി ഓപ്ഷൻ നോക്കി നോക്ക്, ഇതൊക്കെ പെട്ടെന്നായിരിക്കണം. ഈ 115നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 5 ഇൻറ്റു 23 മൾട്ടിപ്ലൈ ചെയ്താൽ ചെക്ക് ചെയ്യുന്നതൊക്കെ പെട്ടെന്നായിരിക്കണം. 23 ഇൻറ്റു 9 പറയുമ്പോൾ 207 വരും. 207 ഇവിടെ ഡിഫറൻസ് 21. ഓക്കെ, ഇനി 210 എടുക്കുമ്പോൾ 207 തന്നെ, ഡിഫറൻസിൽ 3. അപ്പോൾ ഇത് എന്തായാലും 3, അപ്പോൾ എന്തായാലും അല്ല. ഓക്കെ, വെട്ടിക്കളാം. ഇനി നമ്മുടെ ഓപ്ഷൻ ദാറ്റ് ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ 23 തന്നെ.
11. ഓക്കെ, 115 ഒബ്വിയസ്ലി നമ്മളിപ്പോൾ തന്നെ കണ്ട 115 ദാറ്റ് ഈസ് ഈക്വൽ ടു 5×23 ദാറ്റ് മീൻസ് ദിസ് ഇസ് ദ ആൻസർ. 23 മൾട്ടിപ്പിൾ ആണ്. എന്തായാലും അല്ല 23 ഓപ്ഷൻ നോക്കണ, ഡി നോക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നമുക്ക് കാണിച്ചു തരാം. കാരണം 23 ഒരു തവണ പോകും ആൻഡ് ദാറ്റ് വിൽ ബി ഒന്ന് റിമൈൻഡർ. 15 പോവില്ല. ഇനി 150 പോവില്ല. അപ്പോൾ ഒട്ടിക്കോ അതല്ല. ഓക്കെ, a person bought two goods for 19,500 എന്ന് വെച്ചാൽ കമ്പൈൻഡ് കോസ്റ്റ് പ്രൈസ് ആണ് ഗൈസ്. ഹി സോൾഡ് വൺ അറ്റ് എ ലോസ് ഓഫ് 20% ആൻഡ് അതർ പ്രോഫിറ്റ് ഓഫ് 15% ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഈച്ച് ഗുഡ് ഈസ് സെയിം. സോ അതിനെ യൂസ് ചെയ്യും, സെയിം ടൈപ്പ്. ദാറ്റ് ഈസ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ഗുഡ് നമ്പർ 1 ലെറ്റ് ഇറ്റ് ബി ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് ഗുഡ് നമ്പർ 2 ആൻഡ് ദാറ്റ് ഈസ് കോസ്റ്റ് പ്രൈസ് ഓഫ് ഗുഡ് നമ്പർ 1 ഇൻറ്റു അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഗൈസ്? അവിടെ നഷ്ടത്തിലാണ് ഓടുന്നത്. നഷ്ടത്തിൽ എത്ര? 20% നഷ്ടത്തിൽ. എന്ന് വെച്ചാൽ എത്ര? 80/100 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഓഫ് സെക്കൻഡ് മെറ്റീരിയൽ ഇൻറ്റു അവിടെ എന്താ ഗൈസ്? പ്രോഫിറ്റിലാണ് പോകുന്നത്. ദാറ്റ് വിൽ ബി 115/100. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വെട്ടിക്കള 100. ഇനി CP1 by CP2 is equal to 115/80. നമുക്ക് എന്തിനാണ്? കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ഗുഡ് ദാറ്റ് ഇസ് സോൾഡ് അറ്റ് പ്രോഫിറ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ഗുഡ് നമ്പർ 2ന്റെ. ഓക്കെ, രണ്ടിൻ്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള CP എന്ന് പറയുമ്പോൾ 19500. ഇനി പ്ലസ് ഇവിടെ 195 into good number 2, right? 2 കോസ്റ്റ് പ്രൈസ് 80 രൂപ. ഓക്കെ, ഇനി ഇവിടെ വെട്ടിക്കള ഗൈസ്. വാവ് യാർ, ദിസ് ഇസ് 100. 830. ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇത് സെയിം തന്നെ, കോസ്റ്റ് പ്രൈസ് ആണ്. ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ഫസ്റ്റ് വൺ. അപ്പോൾ എന്താണ് നോക്കുക? ഇത് സെല്ലിംഗ് പ്രൈസ് ഓഫ് ബോത്ത് ദ ബഫലോസ് ആർ ഈക്വൽ. SP ഓഫ് ഫസ്റ്റ് ബഫലോ ഈക്വൽ ടു SP ഓഫ് സെക്കൻഡ് ബഫലോ. ഇനി സെയിം ടൈപ്പ് തന്നെയാണ് ഗൈസ്. എ പേഴ്സൺ ബോട്ട് 2 ബഫലോസ് ഫോർ. രണ്ടിൻ്റെയും കമ്പൈൻഡ് CP തന്നിട്ടുണ്ട്. ഒന്ന് വിറ്റത് നഷ്ടത്തിന്. എത്ര ശതമാനം നഷ്ടത്തിൽ? 15% നഷ്ടത്തിൽ. മറ്റേ ഒന്ന് വിറ്റത് ലാഭത്തിന്. എത്ര ശതമാനം ലാഭത്തിൽ? 19% ലാഭത്തിൽ. ഇവിടെ എടുക്കേണ്ടത് ദാറ്റ് ഈസ് CP1 ഇൻറ്റു ഫസ്റ്റ് വൺ വിറ്റത് എത്രയാണ്? നഷ്ടത്തിന്. 15% നഷ്ടത്തിൽ. ദാറ്റ് ഈസ് 85/100. ദാറ്റ് ഈസ് ഈക്വൽ ടു CP2 ഇൻറ്റു വിറ്റത് ഗെയിൻ ഓഫ് 19% ഗെയിൻ. ദാറ്റ് വിൽ ബി 119/100. ഓക്കെ, 100 വെട്ടിക്കള ഗൈസ്. ദാറ്റ് ഈസ് CP1 by CP2 വരുന്നത് 119/85 എന്ന് വരും. ഇനി മൊത്തം കൂടിയുള്ള കമ്പൈൻഡ് എന്ന് പറയുമ്പോൾ 11520. കമ്പൈൻഡ് CP 11520. ഇവിടെ എത്ര വരുന്നത്? 185 + 19 എന്ന് പറയുമ്പോൾ 204, റൈറ്റ്? ഇൻറ്റു ഇനി എന്താ വേണ്ട? കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ഫസ്റ്റ് വൺ 119 ഇൻറ്റു 119. ഇനി ഗൈസ് 119 എന്താ? ദാറ്റ് ഈസ് 7 × 17. ഇനി 17 ഇതിൽ വെട്ടിപ്പോവും. ദാറ്റ് ഈസ് 17 1 റിമൈൻഡർ വരുന്ന 3 34 2. ഓക്കെ, അപ്പോൾ നമുക്കിനി എളുപ്പമായില്ലേ? ഒരു ലൈക്ക് 7 എന്തായാലും 12 ഡിവിസിബിൾ അല്ല. അപ്പോൾ നമുക്ക് ഒരു 7ന്റെ മൾട്ടിപ്പിൾ നോക്കിയാൽ മതി. 7ന്റെ മൾട്ടിപ്പിൾ നോക്കിയാൽ ആൻസർ കിട്ടി. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ആണോ നോക്ക്? 63 പോവും, ബാക്കി 4 വരും. 35 പോവും, ബാക്കി 5. ഇതല്ല. ഇനി നോക്ക് സെക്കൻഡ് വൺ നോക്ക്. 63 വരും, ബാക്കി 4 വരും. 35 പോവും, ബാക്കി 6. 65 അല്ല, അപ്പോൾ ഇതുമല്ല. 7ന്റെ മൾട്ടിപ്പിൾ ഇനി ഇതാ നോക്ക്. 63 പോവും, ബാക്കി 4 42. യെസ്, ഇത് കൺസിഡർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇനി ഡി നോക്കിക്ക്. 63 പോവും, ബാക്കി 4. 35 പോവും, ബാക്കി 6. നോ. അപ്പോൾ ഓൺലി ഓപ്ഷൻ സി ഈസ് ഡിവിസിബിൾ ബൈ 7. അപ്പോൾ ദാറ്റ് ഈസ് ദ ആൻസർ ഗൈസ്. Both A and B sells the watches at 5,400 per watch. A earned a profit of 10% while B incurred a loss of 25%. What is the ratio of the cost price? Now cost price in the ratio of A and cost price of B. In cost price that is what? Okay, ഇത് കണ്ടുപിടിക്കാൻ മുമ്പ് ബോത്ത് A and B sells the watches at 5,400 per watch. അതിൻ്റെ അർത്ഥം എന്താ? സെൽസ് ദർ വാച്ച്. SP രണ്ടിൻ്റെയും സെയിം ആണെന്നല്ല അർത്ഥം. SP ഓഫ് A ഈക്വൽ ടു SP ഓഫ് B, റൈറ്റ് ഗൈസ്? ഇനി SP ഓഫ് A ഏതാണ്? ദാറ്റ് ഇസ് CP ഓഫ് A ഇൻറ്റു അവിടെ പ്രോഫിറ്റിനാണ് സാധനം പോകുന്നത്. അപ്പോൾ 110/100 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു SP ഓഫ് B. സാധനം പോയത് നഷ്ടത്തിനാണ്, 25% നഷ്ടം. ദാറ്റ് ഈസ് CP of B 25% നഷ്ടം എന്ന് പറയുമ്പോൾ that is 75/100. 0 get cancelled. Now CP of A by CP of B will be equal to 75/110. ഇനി 5 വെച്ച് വെട്ടുമ്പോൾ that will be 15 and
Okay, 15 is 22. Option B is the right answer, guys. രണ്ട് ആർട്ടിക്കിൾ വിറ്റ് 3000 രൂപയ്ക്ക്. ഓക്കെ, വിത്ത് നോ ലോസ് ആൻഡ് നോ പ്രോഫിറ്റ് ഇൻ ദ എൻറ്റയർ ട്രാൻസാക്ഷൻ. എന്ന് വെച്ചാൽ ഫുൾ ട്രാൻസാക്ഷനിൽ ഒരു ലാഭവും ഇല്ല നഷ്ടവും ഇല്ല. അതിൻ്റെ അർത്ഥം എന്താ ഗൈസ്? സി പി ഷുഡ് ബി ഈക്വൽ ടു എസ് പി. ഓക്കെ, ഈ വൺ വാസ് സോൾഡ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 25%. ഒന്ന് വിറ്റത് 25% പ്രോഫിറ്റിൽ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. സി പി എസ് പി. ഫസ്റ്റ് കേസിൽ വിറ്റ് 25% പ്രോഫിറ്റിൽ എന്ന് വെച്ചാൽ 1/4 ആണല്ലോ 25%. 4 രൂപയുടെ ഒരു വസ്തു 5 രൂപയ്ക്ക് ഞാൻ വിൽക്കുന്നു. ഇനി രണ്ടാമത്തെ കേസിൽ ഇനി നോക്കുക ഗൈസ്, 2 ആർട്ടിക്കിൾസ് ഫോർ സോൾഡ് ഫോർ 3000 ഈച്ച്. രണ്ടിൻ്റെയും സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. അപ്പോൾ 5 സെയിം ആയിട്ട് എഴുതുക ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് വരാൻ പോകുന്നത് 5 + 5 10 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്താ വേണ്ടേ? ഗൈസ്, നമുക്ക് ഇവിടെ എസ് പി ഈക്വൽ ടു സി പി അല്ലേ? അപ്പോൾ ഇവിടെയും നമുക്ക് 10 തന്നെ വേണം. ഇവിടെ വേണ്ടത് 6 ആണ്. ഓക്കെ, 6 വേണമെങ്കിൽ രണ്ടാമത്തിൽ എത്ര നഷ്ടം എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ നമുക്ക് വ്യത്യാസം എത്ര? വ്യത്യാസം 1ൻ്റെ ഡിഫറൻസ്. നഷ്ടം എത്ര? 1/6 into 100%. നഷ്ടം ദാറ്റ് ഈസ് 16, 2/3. ഓക്കെ, ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 2 ആർട്ടിക്കിൾ വാസ് സോൾഡ് ഫോർ 2400 each by shopkeeper. The shopkeeper incurred no profit and no loss. Same kada for the whole transaction. Okay, if one article was sold for 20%, 24% എന്ന് പറയുമ്പോൾ SCP SP 20% 1/5. 5 രൂപയുടെ വസ്തു പ്രോഫിറ്റ് 1 രൂപ, പ്രോഫിറ്റ് 6 രൂപയ്ക്ക് വിറ്റു. ഓക്കെ, വാട്ട് വാസ് എ ലോസ് ഇൻകേർഡ് ബൈ ദ അതർ ആർട്ടിക്കൽ? ഇനി സെക്കൻഡ് ആർട്ടിക്കൽ രണ്ടിനും എസ് പി സെയിം ആണ്. കാരണം രണ്ടും വിറ്റ് 2400 രൂപയ്ക്കാണ്. അപ്പോൾ രണ്ടിനും എസ് പി സെയിം 6 ചെയ്ത് 12 വേണം. ഇവിടെയും 12. കാരണം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് സി പി ഈക്വൽ ടു എസ് പി, പി ഈക്വൽ ടു എസ് പി എന്ന് തന്നിട്ടുണ്ട്. കാരണം എന്താ? നോ പ്രോഫിറ്റ് ഓർ നോ ലോസ്, അത് കാരണം. ഓക്കെ, ഇനിയിപ്പോൾ എന്താ ഇവിടെ വേണ്ടത്? 7 വേണം. ഇനി എത്ര അതിൻ്റെ ഡിഫറൻസ്? 1ൻ്റെ ഡിഫറൻസ്. ലോസ് പെർസെൻറ്റേജ് എത്ര? 1/7 into 100, ദാറ്റ് ഈസ് 14, 2/8. ഇനി ഡയറക്റ്റ് ലോസ് കണ്ടുപിടിക്കാൻ നോക്ക്. നമുക്ക് എസ് പി തന്നിട്ടുണ്ടല്ലേ 2400 രൂപ, 2400. ഓക്കെ, നമുക്ക് ലോസ് പെർസെൻറ്റേജ് ആണ് 1/7 ഉണ്ട്, അതല്ല കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എത്ര ലോസ് പറ്റിയെന്ന്. ഇനി ഇത് എസ് പി ആണ് ബൈ ഒരെണ്ണത്തിൻ്റെ ഇത് 6, ഇതിൻ്റെ എത്ര? 6. ഓക്കെ, ഇൻറ്റു എത്രയാണ്? 1. ഓക്കെ, ഇൻറ്റു 1. അപ്പോൾ എത്ര? ദാറ്റ് വിൽ ബി 400 രൂപ നഷ്ടം. 400 രൂപ. ഓക്കെ, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. Okay, selling price of article. The selling price of article A and B are same. Okay, selling price is same ആണെന്നുണ്ട്. A is sold at a profit of 28%. B is sold at a loss of 24%. If the total selling price of both the article is given, okay, then what are the cost price of A and B respectively? എളുപ്പമാണല്ലോ. ഓക്കെ, തന്നിരിക്കുന്നത് സെല്ലിംഗ് പ്രൈസ് ഓഫ് എ ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് ബി. ഇനി തന്നിരിക്കുന്നത് എ is sold for a profit of 28%. That is CP of A into 128/100 will be equal to CP of B into sold loss of 24%. That is 76/100. ഇനി എന്താ? ഇത് ടോട്ടൽ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ആണ് തന്നേക്കണേ. എത്ര? 48640. ഇത് രണ്ടിൻ്റെയും ബോത്ത്. അപ്പോൾ ഒന്നിൻ്റെ രണ്ടിൻ്റെ സെയിം ആൻസർ. ഓരോന്നിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? ഓരോന്നിൻ്റെ ഹാഫ് ചെയ്താൽ മതി. 1 ഐറ്റത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ selling price എത്ര? that will be 24320. okay, in equity guys, that is CPA will be equal to 128/100 into 100 equal to 24320. ഓക്കെ, ഇത് കട്ട് ചെയ്യുമ്പോൾ 190. അപ്പോൾ CPA എന്ന് പറയുമ്പോൾ 19000. 19,000 ഏത് ഓപ്ഷനുള്ള? ഓപ്ഷൻ സി. മറ്റേത് നോക്കേണ്ട ആവശ്യമില്ല, ഒരെണ്ണം കിട്ടില്ല. ഞങ്ങൾ കാണിച്ചു തരാം മറ്റെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ദാറ്റ് വിൽ ബി CPB into 76/100 will be equal to 24320, and that will be 320. okay, and CPB will be 32000. okay, that is C option only. A shopkeeper sold 3 wristwatches for 2800. ഒരു കടക്കാരൻ 3 wrist watch വിറ്റത് 2800 രൂപയ്ക്കാണ്. ഈച്ച് ഓരോരോ വാച്ചിനും 2800 രൂപ ഈച്ച്. ഓക്കെ,
Okay, he sold the watches for 40%, 25%, and 12% profit respectively. When the overall profit percentage ratio ചെയ്യാൻ നല്ലത്. Okay, 40% എന്ന് പറയുമ്പോൾ എന്താണ് ഗൈസ്? ദാറ്റ് ഈസ് 2/5 എന്ന് വരാം. ദാറ്റ് ഈസ് CP, SP, ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ്. ആദ്യം തന്നെ 5 രൂപയുടെ ഒരു വസ്തു വിറ്റത് പ്രോഫിറ്റ് 7 രൂപയ്ക്കാണ്. ഇനി സെക്കൻഡ് കേസ് 25% എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 1/4. 4 രൂപയുടെ ഒരു വസ്തു വിറ്റത് 5 രൂപയ്ക്ക്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് 12%. ഓക്കെ, എനിക്ക് 12/100 എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് 6/15 എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് 3/25 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ 25 രൂപയുടെ വസ്തു വിറ്റത് 28 രൂപയ്ക്കാണ്. ഇനി നമുക്ക് SP എല്ലാത്തിനും സെയിം ആണല്ലേ? SP എല്ലാത്തിനും സെയിം ആണ്, കാരണം എല്ലാം വിറ്റത് 2800 രൂപയ്ക്കാണ്. SP എല്ലാത്തിനും സെയിം ആണെന്ന് നമുക്ക് സെയിം ആക്കണം. അപ്പോൾ എന്നാൽ ഇതിന് LCM എടുക്കും. അപ്പോൾ 7, 5, 28 LCM എങ്ങനെ 140 വരും. അതെങ്ങനെ കിട്ടിയെന്നോ? 140 വരും. 140 കാണിച്ചാൽ എങ്ങനെ കിട്ടുന്നത്? അത് ട്രഡീഷണൽ മെത്തേഡ് വഴി ഇങ്ങനെ വരച്ച് ഇതാക്കാം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് നോക്കിയാലും കണ്ടുപിടിക്കാൻ പറ്റും. 7, 5, 28 LCM. ഓക്കെ, ദാറ്റ് ഈസ് 7 വെച്ചെടുക്കുക ആദ്യം. 1, 5 ഇവിടെ 4 വരും. ഓക്കെ, നെക്സ്റ്റ് എന്താ ബാക്കി? 5 ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം 1, 1, 1 ആയി മാറും. അപ്പോൾ 20 × 7 ദാറ്റ് ഈസ് 140. 20 × 7 ഈസ് 140. 140 ആക്കാം. 140 ആക്കാനായിട്ട് ഇവിടെ 20 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 5 × 28, അതേപോലെ 28 × 5. ഓക്കെ, അതേപോലെ ഇവിടെ ഇൻറ്റു 20, ഇവിടെ ഇൻറ്റു 28, ഇവിടെ ഇൻറ്റു 5. ഓക്കെ, ഇനി എന്തൊക്കെ വരും നമുക്ക്? അപ്പോൾ ഇവിടെ സെറ്റ് അല്ലേ? ഇവിടെ എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 140, 140, 140. 140 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 420. ഇവിടെ വരുന്നത് 420 എന്നാണ്. 420. ഇനി ഇവിടെ വരാൻ പോകുന്നത് 100 എന്നാണ്. ഇനി ഇവിടെ വരാൻ പോകുന്നത് 112 എന്നാണ്. ഇവിടെ വരാൻ പോകുന്നത് 125 എന്നാണ്. ഇതൊക്കെ കൂടി ആഡ് ചെയ്യും. ദാറ്റ് വിൽ ബി 7, 3 and 3. ഓക്കെ, അപ്പോൾ ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് 20 + 60, 63, ദാറ്റ് ഈസ് 83/337 × 100. ഇത് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കിട്ടും. ആൻസർ നമ്മൾ 24.63 എന്നായിരിക്കും. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഗൈസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഷോപ്പ് കീപ്പർ സോൾഡ് 2 items, 2 items വിറ്റുണ്ടായിരുന്നു. ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ഫസ്റ്റ് ഐറ്റം, ആദ്യത്തെ ഐറ്റത്തിൻ്റെ selling price is equal to the cost price of the second item. He sold the first item at a profit of 20% and second item at a loss of 10%. What is overall loss or profit percent? ഇപ്പോൾ എന്തൊക്കെ തന്നിരിക്കുന്നത്? സെല്ലിംഗ് പ്രൈസ് ഓഫ് ഫസ്റ്റ് ഐറ്റം ഈസ് ഈക്വൽ ടു ദ കോസ്റ്റ് പ്രൈസ് ഓഫ് സെക്കൻഡ് ഐറ്റം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോർമൽ മെത്തേഡ് വെച്ച് പോകാം. ഓക്കെ, നമ്മുടെ CP, അത് കഴിഞ്ഞിട്ട് SP, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ്, സെക്കൻഡ് ഐറ്റം. ഓക്കെ, ഫസ്റ്റ് ഐറ്റം വിറ്റത് 20% ലാഭത്തിന്. 20% എന്ന് പറയുമ്പോൾ 1/5. അപ്പോൾ 5 രൂപയുടെ സാധനം വിറ്റത് 6 രൂപയ്ക്ക്. ഇനി എന്തൊക്കെ കൊടുത്തത്? സെക്കൻഡ് ഐറ്റം അറ്റ് ലോസ് ഓഫ് 10%. 10% 1/10. 10 രൂപയുടെ ഐറ്റം വിറ്റ് 9 രൂപയ്ക്ക്. ഇനി കൊടുത്തിരിക്കുന്നത് സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ഫസ്റ്റ് ഐറ്റം. സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ഫസ്റ്റ് ഐറ്റം, ഓക്കെ, സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ഫസ്റ്റ് ഐറ്റം വിൽ ബി ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഓഫ് സെക്കൻഡ് ഐറ്റം. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇക്വിറ്റി ഇത് രണ്ടും ഈക്വൽ ആണ്. ഇവിടെ ഇൻറ്റു 10 വെച്ച് മൾട്ടിപ്ലൈ ആണ്. ഇവിടെ 10 വെച്ച് ഇവിടെ 10 വെച്ച് മൾട്ടിപ്ലൈ ആണ്. ഇനി ഇത് ഇവിടെ 6 വെച്ച് മൾട്ടിപ്ലൈ ആണ്. ഇവിടെ 6 വെച്ച് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇവിടെ 50 എന്ന് കിട്ടും, ഇവിടെ 60 എന്ന് കിട്ടും, ഇവിടെ 60 എന്ന് കിട്ടും, ഇവിടെ കിട്ടാൻ പോകുന്നത് 54 എന്ന് കിട്ടും. ഓക്കെ, മൊത്തം ആഡ് ചെയ്യും. ദാറ്റ് വിൽ ബി ഇവിടെ വരുന്നത് 110 എന്ന് വരും. ഓക്കെ, ഇവിടെ വരുന്നത് 114 എന്ന് വരും. ഓക്കെ, നമ്മുടെ ലാഭം എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 4 രൂപ ലാഭം. ഡിഫറൻസ് എത്ര? 4. 110ഉം 114 ഡിഫറൻസ് എത്ര? 4 ബൈ 110 ഇൻറ്റു 100G. ദാറ്റ് വിൽ ബി 40/11%. ഇനി ഇതിൻ്റെ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് എങ്ങനെ ആക്കാമെന്നോ? 11 എത്ര വില? 40 രൂപ 3 തവണ 33. ബാക്കി ഇത്ര റിമൈൻഡർ വരുന്നത്? ബാക്കി 7 വരും. ബാക്കി 33 7/11%. ദാറ്റ് ഈസ് 33 7/11 എത്രയാണ് നോക്കൂ? 11 33 3 തവണ പോകും. ബാക്കി തന്നെ 33 40 7 തവണ 7 ബാക്കി റിമൈൻഡർ 11. ഓക്കെ, 7/11. ഓക്കെ, 7/11. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. ഇനി നോക്ക്, മുന്നി ബോട്ട് എ മൊബൈൽ ആൻഡ് എ ഗൺ ഫോർ. തോക്കും മൊബൈലും വാങ്ങിയത് 115 രൂപയ്ക്കാണ്. She had sold the gun for 20% gain and the mobile for 30% gain. രണ്ടും ലാഭത്തിലാണ് വിറ്റത്. She found that the cost price of the gun is equal to the selling price of the mobile. Cost price of gun equal to selling price of
മൊബൈൽ. ഓക്കെ, ഫൈൻഡ് ദ ഓവറോൾ പ്രോഫിറ്റ് ഓർ ലോസ്. നമ്മുടെ സ്ഥിരമടവ് ദാറ്റ് ഈസ് CP, SP, ഫസ്റ്റ് ഐറ്റം ഗൺ, സെക്കൻഡ് ഐറ്റം മൊബൈൽ. ഇനി ഗൺ വിറ്റത് 20%. 20% എന്ന് പറയുമ്പോൾ 1/5. 5 രൂപയുടെ ഒരു വസ്തു വിറ്റത് 6 രൂപയ്ക്ക്. ഇനി എന്താണ് രണ്ടാമത്തെ ഐറ്റം? മൊബൈൽ 30%. 30 എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 3/10 ആയിരിക്കും. 10 രൂപയുടെ സ്ഥാനം വിറ്റത് 3 രൂപ ലാഭത്തിൽ, അതായത് 13 രൂപയ്ക്ക്. ഇനി കൊടുത്ത് കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ഗൺ. കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ഗൺ വിൽ ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ മൊബൈൽ, റൈറ്റ്? ഇത് രണ്ട് ഈക്വൽ ആണ്. ഓക്കെ ഓക്കെ ഈക്വേറ്റ് ചെയ്യാം. ഇൻറ്റു 13 ഇൻറ്റു 13, ഇവിടെ ഇൻറ്റു 5, ഇവിടെ ഇൻറ്റു 5. അപ്പോൾ കിട്ടാൻ പോകുന്നത് എന്തൊക്കെയാ? കിട്ടാൻ പോകുന്നത് ഇവിടെ 65 എന്ന് വരും, ഇവിടെ 50 എന്ന് വരും. ഇവിടെ ടോട്ടൽ CP ഉള്ളത് ദാറ്റ് വിൽ ബി 115. ഇവിടെ 78 എന്ന് വരും, അതുപോലെ ഇവിടെ 65 എന്ന് വരും. ഓക്കെ, ഇനി പ്രോഫിറ്റ്, ടോട്ടൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ഡിഫറൻസ് എത്ര? ഇവിടെ 28 ആണ് ഡിഫറൻസ് വരുന്നത് ബൈ 115 ഇൻറ്റു 100. ഓക്കെ, ഇനി ആൻസർ എങ്ങനെയാ? ആൻസർ ഇനി ഓവറോൾ പ്രോഫിറ്റ് എത്രയെന്ന് വെച്ചാൽ 28 രൂപയാണല്ലേ. ഇവിടെ 28 രൂപയാണ്. ഇതിനുള്ള ഡിഫറൻസ് ആണ് ഓവറോൾ പ്രോഫിറ്റ്, 28 രൂപ. 28. അപ്പോൾ ബാക്കി ഇല്ലാത്ത ഓപ്ഷനൊക്കെ വിട്ടു. 28 ശരി, 28 കൺസിഡർ ഇത്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് 5 10 0, ഇവിടെ 5 10 1 5 10 15 ശരി. ദാറ്റ് ഈസ് 560 ബൈ 23. ദാറ്റ് വിൽ ബി 2 46. 46 ബാക്കി 10. ഓക്കെ ഓക്കെ, 23 ഇൻറ്റു 4 92. 92 ആയ ബാക്കി റിമൈൻഡർ വരുന്നത് 8 ബൈ 23%. ഓക്കെ, 24 8 ബൈ 23. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. Sheila bought a sari and a lehenga at a certain price. Okay, she sold the sari at 10% gain and lehenga at 25% gain. She found that the cost price of the sari equal to the selling price of the lehenga. Same item. Okay, that is CP എഴുതാം, SP എഴുതാം. നോക്ക്, സാരി വിറ്റത് 10% ലാഭത്തിൽ. 10 രൂപയുടെ ഒരു സ്ഥാനം 10% എന്ന 1/10. ദാറ്റ് ഈസ് 10 രൂപയുടെ സ്ഥാനം വിറ്റത് 11 രൂപയ്ക്ക്. ലെഹങ്ക വിറ്റതോ 25% ലാഭത്തിൽ. 25% എന്ന് പറയുമ്പോൾ 1/4. 4 രൂപയുടെ ഒരു വസ്തു വിറ്റത് 5 രൂപയ്ക്ക്. ഇനി എന്തൊക്കെയാണ് ഈക്വൽ? ഷി ഫൗണ്ട് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ സാരി. കോസ്റ്റ് പ്രൈസ് ഓഫ് ദ സാരി ഈക്വൽ ടു ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ലെഹങ്ക. ഓക്കെ, ഈക്വൽ ടു ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ലെഹങ്ക. രണ്ട് ഇക്വേറ്റ് ചെയ്യാലോ. ഇൻറ്റു 5 എന്ന് എഴുതാം, ഇൻറ്റു 10 എന്ന് എഴുതണം. അപ്പോൾ ഇവിടെ ചെയ്താൽ ഇവിടെ 5 എന്ന് എഴുതണം, ഇവിടെ ഇവിടെയും 10 എന്ന് എഴുതണം. ഓക്കെ, ഇനി ഇവിടെ വരാൻ പോകുന്നത് 50, ഇവിടെ വരാൻ പോകുന്നത് 40. രണ്ടും ആഡ് ചെയ്ത കോസ്റ്റ് പ്രൈസ് 90 എന്ന് കിട്ടും. ഇവിടെ 55, ഇവിടെ 50, ഇവിടെ ആഡ് ചെയ്ത 105. അപ്പോൾ ലാഭം 15 രൂപയുടെ ലാഭം ഉണ്ടായി. പെർസെൻറ്റേജ് ഉണ്ട് 15 രൂപയുടെ ലാഭം ഓവർ 90 ഇൻറ്റു 100. 0 0 ഗെറ്റ് ക്യാൻസൽ. 3 6 9, ഇവിടെ 5 വരും. ഓക്കെ, ദാറ്റ് ഈസ് 50 ബൈ 3%. ദാറ്റ് ഈസ് 5 1 ബാക്കി 2 16 വരും. ഓക്കെ, 20ൽ 16 അല്ല 6 വരും, 20ൽ 18 വരും. വീണ്ടും റിമൈൻഡർ 2, അപ്പോൾ 16.66%. 16.6. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. ഇനി കഴിച്ച എല്ലാ ക്വസ്റ്റ്യനിലും കൺവെൻഷണൽ മെത്തേഡ് വഴി പോകണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് വെച്ചാൽ ഇവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 10 വെച്ച് മൾട്ടിപ്ലൈ ആണ്, ഇവിടെ വെച്ച് മൾട്ടിപ്ലൈ 5 വെച്ച് മൾട്ടിപ്ലൈ. ഇത് കൺവെൻഷണൽ മെത്തേഡ് അല്ലേ. എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് കൺവെൻഷണൽ മെത്തേഡ് വെച്ച് പോകണം നിർബന്ധമില്ല. അപ്പോൾ എന്താ ചെയ്താൽ മതി? ഇവിടെ വെറും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും ഇവിടെ വരാൻ പോകുന്നത് 10 തന്നെയാണ്. ഈ 10ഉം സെയിം ആണ്. ഓക്കെ, ഇവിടെ വെച്ച് 2 വെച്ച് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി കിട്ടാൻ പോകുന്നത് എന്താ? ഇവിടെ 10 15, ഇവിടെ 8, ഇവിടെ 10. ഇപ്പോൾ സെറ്റ് ആയില്ല. ഇപ്പോൾ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ സാരി ഈക്വൽ ടു ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ലെഹങ്ക. ഓക്കെ, ഇനി കിട്ടാൻ പോകുന്നത് ഇവിടെ 18 വരും, ഇവിടെ കിട്ടാൻ പോകുന്നത് എത്ര? 21 വരും. ഡിഫറൻസ് എത്ര ഗൈസ്? 3 ബൈ 18 ഇൻറ്റു 100. ദാറ്റ് വിൽ ബി 1/6 ഇൻറ്റു 100. ദാറ്റ് ഈസ് വാട്ട്? 16.66%. ഓക്കെ, so guys, a man sells an article at a profit of 25%. If he had bought it for 20% less and sold it for 10.5 rupees 10.50 less, he would again gain 30%. Okay, find the cost price of the article. Okay, first in CP SP. Suppose ഒരാൾ ഒരു ഐറ്റം വാങ്ങിച്ചത് 100x റുപ്പീസിന്. ഇനി അയാൾ വിറ്റ് എത്ര? എ മാൻ സെൽസ് ദ ആർട്ടിക്കൽ അറ്റ് 25% പ്രോഫിറ്റ്. അപ്പോൾ എത്ര വിറ്റേന? എത്ര രൂപയ്ക്ക്? 25% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 125x രൂപയ്ക്ക് വിറ്റു അയാൾ. ഓക്കെ, ഇഫ് ഹി ഹാഡ് ബോട്ട് ഇറ്റ് ഫോർ 20% ലെസ്, അയാൾ 20% കുറവ് തുകയ്ക്ക് വാങ്ങിച്ചിരുന്നെങ്കിൽ, അപ്പോൾ 20% കുറവ് എത്ര? 100xൻ്റെ ദാറ്റ് വിൽ ബി 80x. ഓക്കെ, ഹി വുഡ് ഹാവ് സോൾഡ് ഇറ്റ് ഫോർ 10.50 ലെസ്.
ഇതിനെക്കാട്ടും എത്ര കുറവായിരുന്നേനെ ഇവിടെ? ഇതിനെക്കാട്ടും കുറവായിരുന്നേനെ. ദാറ്റ് വിൽ ബി 10.5. 10.5 കുറവായിരുന്നേനെ. ഹി വുഡ് ഹാവ് ഗെയിൻ 30%. ഇനി 80-ന് 30% എന്താ? 80 into 130/100 ഗൈസ്. ദാറ്റ് ഈസ് ജസ്റ്റ് നത്തിങ്. ദാറ്റ് വിൽ ബി 104x. അതിൻ്റെ അർത്ഥം എന്താ? ഇതിന് തമ്മിൽ ഡിഫറൻസ് ഇല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ. തമ്മിൽ ഡിഫറൻസ് എത്ര? ഈക്വൽ ടു 10.5x. 10.5 ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇത്ര. ഇവിടെ ഡിഫറൻസ് 21x. ഇവിടെ ഡിഫറൻസ് 21x. 21x ഈക്വൽ ടു 10.5. ഓക്കെ, ദാറ്റ് ഈസ് x ഈസ് ഈക്വൽ ടു 0.5. നീ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? എന്താ കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിക്കേണ്ട കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കൽ. കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കൽ ജസ്റ്റ് 100 into 0.5. ദാറ്റ് ഈസ് 50. ഓപ്ഷൻ C is the right answer. Okay, a man bought an article and sold it at a gain of 10%. If he had bought the article at 20% less and sold it for 1,000 more, he would have made a profit of 40%. The cost price of the article is, okay, cost price, selling price. സപ്പോസ് ഒരാൾ ഒരു ഐറ്റം വാങ്ങുന്നു, അതിൻ്റെ വില എന്ന് പറയുമ്പോൾ 100x ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഫസ്റ്റ് കേസ്. ഇനി ഹാഡ് ഈ സോൾഡ് ഇറ്റ് അറ്റ് എ ഗെയിൻ ഓഫ് 10%. 10% എന്ന് പറയുമ്പോൾ 110 രൂപയ്ക്ക് അയാൾ അത് വിൽക്കുന്നു. ഓക്കെ, ഇഫ് യു ഹാഡ് ബോട്ട് ദ ആർട്ടിക്കൽ അറ്റ് 20% ലെസ്, 20% കുറവിന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ 100ൻ്റെ 20% കുറച്ച് 80x കുറവ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, he would have sold it for 1,000 more. He would have sold it for എത്ര more? 1,000 more. Okay, he would have made a profit of 40%. 80 into 40 എത്ര? 120. എങ്ങനെ 120 കിട്ടുന്നു? 80 into 40, 140. സോറി ഇവിടെ വരാൻ പോകുന്നു 112. ഓക്കെ, 112x. 80 into had it sold it for 40, 140 by 100. 0 വെട്ടിക്കള. ഇവിടെ എത്ര കിട്ടുന്നു? 112 വരും. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ നോക്കുക 2x ഈക്വൽ ടു 1000. അപ്പോൾ x ഈക്വൽ ടു എത്ര? 500. നമുക്ക് കണ്ടുപിടിക്കണം എന്താണ് ഗൈസ്? ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കൽ 100x ആണ്. അതിന് എക്സിൻ്റെ വാല്യൂ എന്താ? ഈക്വൽ ടു 500. 5ഉം 4 0. ദാറ്റ് ഈസ് ഓപ്ഷൻ E. A man sold a horse at a profit of 25%. Okay, if he had bought it for 35% less and sold it for 732 less, he would have made profit of 36%. What was the purchasing price of the horse? Suppose ഒരാൾ കുതിരേനെ വാങ്ങിച്ചു, 100x രൂപയ്ക്ക് വാങ്ങിച്ചു. ഇനി അയാൾ വിറ്റതോ 25% പ്രോഫിറ്റിൽ 125x അയാളെ വിൽക്കുന്നു. ഇനി if he had bought it for 35% less, that is 65x റുപ്പീസിന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അതിനെ sold it for 732. ഇവിടെ ഡിഫറൻസ് വരാൻ പോകുന്നത് 732. Okay, 732 less. Okay, he would have made a profit of 36%. Okay, that is 65 into 136 by 100. That is ഇവിടെ 13, ഇവിടെ 20, ഇനി ഇവിടെ 10, ഇവിടെ 6, 1, 68, വീണ്ടും 5 ആക്കിയോ, ഇവിടെ 34. ഓക്കെ, 34 into 13 442. ഓക്കെ, ബൈ 5. ദാറ്റ് വിൽ ബി 8, 4. ദാറ്റ് വിൽ ബി 8 പോയിന്റ്. ഓക്കെ, 88.4. ഓക്കെ, ഹിയർ ഇറ്റ് വിൽ ബി 88.4. ഇനി ഡിഫറൻസ് 25 പ്ലസ് 10 35. 36.6. 36.6x equal to 732. AX will be equal to, ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താ? പർച്ചേസിംഗ് പ്രൈസ് ഓഫ് ദ ഹോഴ്സ്. ഓക്കെ, x will be equal to 732 by 36.6. ഓക്കെ, ഇനി പർച്ചേസിംഗ് പ്രൈസ് അല്ല പറഞ്ഞേ, ദാറ്റ് മീൻസ് 100x ആണ് കണ്ടുപിടിക്കേണ്ടത്, ഇൻറ്റു 100. ഓക്കെ, ഓക്കെ, ഇനിയിപ്പോൾ 36 366 എഴുതിക്കുക. 366, ഒരു 0 കൂടി ഇവിടെ ഇട്ടെടുക്കുക. ഇനി നോക്ക്, ഇത് എത്ര വേണ്ട? ഇത് 2 വേണം, റൈറ്റ്? ഇത് 2 വേണം. അപ്പോൾ 2000. ഓപ്ഷൻ C, 2000. An article sold at 25% loss if its cost price is double. Okay, first CPSP. സപ്പോസ് ഒരു ഐറ്റം വാങ്ങിച്ചു 100x രൂപയ്ക്ക്. ഇനി an article is sold at 25% loss, അപ്പോൾ വിറ്റത് 25x-ന്. ഇനി നോക്ക്, ഇഫ് ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ് ഈസ് ഡബിൾ എന്ന് വെച്ചാൽ ഇവിടെ 200x ആക്ക്. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ആൻഡ് സെല്ലിംഗ് പ്രൈസ് ഇസ് ഇൻക്രീസ് ബൈ 660. ഓക്കെ, ദെൻ ദർ ഇസ് എ പ്രോഫിറ്റ് ഓഫ് 20%. 20% 200 240. ഓക്കെ,
240. ഓക്കെ, ഇനി നോക്ക് ഇവിടെ എത്ര ഡിഫറൻസ് വരുന്നത്? 165, റൈറ്റ്? 165x ഈക്വൽ ടു 660. അപ്പോൾ എക്സ് വിൽ ബി ഈക്വൽ ടു 660 ബൈ 165. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ഒറിജിനൽ കോസ്റ്റ് പ്രൈസ്, ദാറ്റ് ഈസ് 100x കണ്ടുപിടിക്കണം. ഓക്കെ, ഇൻറ്റു 100. ഓക്കെ, ദാറ്റ് ഈസ് 5 10. ഓക്കെ, ഇവിടെ 5 10 15 1. ഓക്കെ, ഇവിടെ എത്ര വരും? 2 വരും. ദാറ്റ് ഈസ് 400. ഡി. ഓക്കെ, എ പേഴ്സൺ സെൽസ് ആർട്ടിക്കൽ ഫോർ എ ലോസ് ഓഫ് അതേ ഇത് അടവ്, ദാറ്റ് ഈസ് CPSP. 100x എടുക്ക്. ഇനി വിറ്റത് എത്രയാണ്? സെൽസിന് ആർട്ടിക്കൽ ഫോർ 18% ലോസ്, ദാറ്റ് ഈസ് 82x. ഓക്കെ, ഇഫ് he increases the selling price by 144, increases the selling price by 144 and decreases the cost price by 30%, decreases the cost price by 30%, okay, then there is a profit of 20%. 12 into 7 എന്ന് പറയുമ്പോൾ that would be 84x. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. There would be profit of 120 into 70 by 100. ഓക്കെ, 0 ഗെറ്റ് ക്യാൻസൽ. അവിടെ നിന്ന് വരുന്നത് 77 84. ഓക്കെ, സെറ്റ്. ഇനി എന്താണ്? ഇനി രണ്ടുപേരും ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 2x ഈസ് ഈക്വൽ ടു 144, എക്സ് വിൽ ബി ഈക്വൽ ടു 72. ഈ കണ്ടുപിടിക്കണം എന്തിട്ടാ? കണ്ടുപിടിക്കേണ്ടത് ഒറിജിനൽ സെല്ലിംഗ് പ്രൈസ്. 82x ആൻഡ് ദാറ്റ് ഈസ് 82 ഇൻറ്റു 72. അപ്പോൾ ആൻസർ 4 വെച്ച് അവസാനിക്കണം. 4 വെച്ച് അവസാനിക്കുന്ന എല്ലാ ഓപ്ഷനും കിട്ടിക്കളാം. നമുക്ക് ഡിഫറെൻറ്റ് നമ്പേഴ്സ് അല്ലേ. അപ്പോൾ നമുക്ക് ഡിജിറ്റൽ സം യൂസ് ചെയ്യാം. നോക്ക്, 8 ഇൻറ്റു 8 പ്ലസ് 2 10 വരും. ഓക്കെ, 10 വരും. 1 + 0 1 തന്നെയാണ്. ഓക്കെ, അതേപോലെ തന്നെ 7 + 9, 9 എനി നമ്പർ ഈസ് 9 ഇറ്റ് സെൽഫ്. ഇനി ആഡ് ചെയ്യുമ്പോൾ 9 എവിടെ വരും? നോക്ക്, ഇത് വെട്ടിക്കളാ. ദിസ് ഇസ് ആൻസർ. ഇവിടെ 7 9, ഇവിടെ 4 വരുന്നത്. ഓക്കെ, ദിസ് ഇസ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് ആൻസർ. ഇവിടെ അല്ലെങ്കിൽ ടോട്ടൽ എണ്ണി നോക്ക്, ദാറ്റ് ഈസ് 5 ഇൻറ്റു 4 9, 9 + 9 18, 1 + 9 9 വരുന്നത്. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. Okay, Anu fixes the selling price of an article at 25% above its cost of production. Okay, നമ്മുടെ സ്ഥിരം അടവ് CPSP 100x എടുക്ക്. 100x എടുത്താൽ 125x എടുക്ക് SP. ഓക്കെ, കാരണം 25% above its cost price ഉണ്ട്. If the cost of the production goes up to 20%, cost of production goes up to 20%, new cost price 120x. Okay, and she raises the selling price by 10%. അപ്പോൾ എത്ര ആയിരിക്കും? 125 ഇൻറ്റു 10% റൈസ് ചെയ്ത ഇൻറ്റു 100. ഓക്കെ, ദിസ് വിൽ ബി 5 ആൻഡ് ദിസ് വിൽ ബി 4 ആൻഡ് ദിസ് വിൽ ബി 550 by 4. ദിസ് വിൽ ബി 1, ഇവിടെ 1 4 8 12 3. റിമൈൻഡർ വിൽ ബി 3. സോ ഇറ്റ് വിൽ ബി 7.5 137.5x. ഓക്കെ, ആൻഡ് ദെൻ ഹെർ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ്, ഇവിടെ എത്ര ഡിഫറൻസ് വന്നു? ദാറ്റ് വിൽ ബി 17.5 by 120 ഇൻറ്റു 100. ദിസ് വിൽ ബി 5 ആൻഡ് ദിസ് വിൽ ബി 6. ഇനി ദിസ് വിൽ ബി 25, 2 വരും. 35 37 3 വരും. 5 8 by 6. ഓക്കെ, ദെൻ 1 2 വന്നാൽ 14 24. ഓക്കെ, ദെൻ 3 വന്നാൽ 5. ഓക്കെ, ദെൻ 8 15 14.58. നമുക്ക് 6 ആയിട്ട് എടുക്കാം. 14.6. That is answer. On selling the product, a lady gets 20% profit. CPSP. Okay, 100x 20% profit 120x. Okay, had she purchased it for 1000 less, ഇവിടെ 1000 രൂപ കുറവ് വാങ്ങിച്ചിരുന്നെങ്കിൽ ഇപ്പം എന്തായിരിക്കും ഇവിടെ? ദാറ്റ് വിൽ ബി 1000, ദാറ്റ് ഈസ് 100x minus 1000. Okay, this is 100 minus 1000. ഇവിടെ എന്തായിരിക്കും? 120x minus 400. ഇനി പറഞ്ഞേക്കുന്നത് there would have been gain of 20%. Gain of 20%, 40%. 40% എന്ന് പറഞ്ഞാൽ എന്താ guys? 2/5. ഓക്കെ, ഇതിൽ 2, this is profit, this is CP. അപ്പോൾ SP എന്തായിരിക്കും guys? That will be 7, right? ഇനി CP by SP എന്ന് പറയുമ്പോൾ that will be 5/7. 5/7 will be equal to 100x minus
1000 by 120x minus 400. First of all, ഈ 0 0 0 എല്ലായിടത്തും വിട്ട് നോക്ക്. ഇത് ബേസിക് മെത്തേഡ് മാത്രം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രിക്ക് മെത്തേഡ് ഉണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം. ട്രിക്ക് മെത്തേഡ് ഇത് കഴിഞ്ഞിട്ടുണ്ട്, അത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര വരും? ദാറ്റ് ഈസ് 55 60 60x മൈനസ് ദിസ് വിൽ ബി 200 and that will be equal to 70x minus this is 700. Okay, and ഇവിടെ നിന്ന് that will be 60 കൊടുക്കുന്ന 10x, 700 കൊടുക്കുന്ന this will be 500x, and from here x will be equal to 50. ഇനി ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ 100 into 50 that is 5000. ഇനി ട്രിക്ക് മെത്തേഡ് പറഞ്ഞുതരാം. ഇനിയാണ് ട്രിക്ക്. 5 സെക്കൻഡിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള ട്രിക്ക് മെത്തേഡ് ഉള്ളത്. ഓക്കെ, ഇതൊക്കെ വേസ്റ്റ് ഓഫ് ടൈമാണ്. കാണിച്ചു തരാം. 5 സെക്കൻഡിൽ എങ്ങനെ സോൾവ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഐറ്റത്തിന് ഉള്ളത് 20% പ്രോഫിറ്റാണ്. 20% എന്ന് പറയുമ്പോൾ എന്താ 1/5. അപ്പോൾ CP/SP എടുക്കുമ്പോൾ 5 രൂപയുടെ ഒരു വസ്തു വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിൽക്കുന്നത് 6 രൂപയ്ക്ക്. രണ്ടാമത്തെ കേസിൽ എനിക്ക് കിട്ടുന്നത് ലാഭം എന്ന് പറയുമ്പോൾ 40%. 40% എന്താ 2/5 ആണ്. അപ്പോൾ 5 രൂപയുടെ വസ്തു വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്നത് 7 രൂപയ്ക്ക് ഞാൻ വിൽക്കാൻ പോകുന്നത് 2 രൂപയുടെ ലാഭം. ഇനി നോക്ക്, ഇനി ഫസ്റ്റ് കേസിലുള്ള ഡിഫറൻസ് ദാറ്റ് ഈസ് ഹാഡ് ഹി പർച്ചേസ് ഇറ്റ് ഫോർ 1000 ലെസ്. അപ്പോൾ ഇവിടെ എത്ര? -1000 ആണ് ഡിഫറൻസ്. ഇനി സെക്കൻഡ് കേസിലെ സെല്ലിംഗ് പ്രൈസിലെ ഡിഫറൻസ് എത്ര? 400 രൂപ -400. ഓക്കെ, ഇനി സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട് കണക്ട് ചെയ്യേണ്ടത്. എന്ത് ചെയ്യണ്ടേ? ഇത് രണ്ടും എടുക്കുക. ദാറ്റ് ഈസ് ഇവിടെ എത്ര വരുന്നത്? 35, റൈറ്റ്? 35. ഓക്കെ, 35 മൈനസ് ഇവിടെ എത്ര വരുന്നത്? 5 into 6 30. 35 minus 30 യൂണിറ്റ് വിൽ ബി ഈക്വൽ ടു, ഇനി രണ്ടും മൈനസ് ഉള്ള കാരണം എനിക്ക് അവിടെ ക്യാൻസൽ ചെയ്യാം. രണ്ടും മൈനസ് അല്ല, അപ്പോൾ എന്താണ്? രണ്ടിനും ക്യാൻസൽ ചെയ്യാം, രണ്ടും പ്ലസ് ആക്കാം. ഓക്കെ, ഇനി 5 into ഇതെപ്പോഴും മോഡുലസിലായിരിക്കും കേട്ടോ, മോഡുലസിൽ. ഓക്കെ, ഈക്വൽ ടു ഇനി 5 into 400 ദാറ്റ് ഈസ് 2000. ഓക്കെ, മൈനസ് 7 into മൈനസ് 7000. ഓക്കെ, മോഡുലസ് ആയിരിക്കും. ദാറ്റ് വിൽ ബി 5 units will be equal to 5000 and 1 unit will be equal to 1000. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത് എന്താ? വാട്ട് വാസ് ദ ഇനീഷ്യൽ കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ 5 ഇനീഷ്യൽ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ 5 യൂണിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 5000 ഗൈസ്. ഓക്കെ, 5 സെക്കൻഡിൽ കിട്ടുന്ന മെത്തേഡ് അത്. മറ്റിനെ പോലെ ഒരു കോംപ്ലിക്കേഷനും ഇല്ല. An article was sold at 20% profit. 20% പ്രോഫിറ്റ്, CP/SP. ഓക്കെ, 20% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 5 രൂപയുടെ ഒരു വസ്തു ഞാൻ 6 രൂപയ്ക്ക് വിൽക്കുന്നു. ഓക്കെ, ഹാഡ് ഇറ്റ് പർച്ചേസസ് 20 rupees ലെസ്, 20 രൂപ കുറവ് വാങ്ങിച്ചിരുന്നെങ്കിൽ, ആൻഡ് സോൾഡ് 20 rupees ലെസ്, 20 രൂപ കുറവ് വിറ്റിരുന്നെങ്കിൽ, there would have been profit of 10% more. 10% more. മുമ്പുണ്ടായിരുന്ന 20% പ്രോഫിറ്റ് ഇപ്പോൾ 10% മോർ എന്ന് പറയുമ്പോൾ ടോട്ടൽ ഓഫ് 30% പ്രോഫിറ്റ്. 30% എന്ന് പറയുമ്പോൾ 3/10. 10 രൂപയുടെ സാധനം ഞാൻ 13 രൂപ. നൗ ഇറ്റ് ഈസ്, നോക്ക്, ദിസ് ഇസ് 65 65 മൈനസ്, ഇവിടെ രണ്ടും മൈനസ് ആയിരുന്നു, പ്ലസ് ആക്കിക്കോ. ഓക്കെ, പ്ലസ് ആക്കിക്കോ. 65 മൈനസ് 60 യൂണിറ്റ് വിൽ ബി ഈക്വൽ ടു, ഇവിടെ മോഡുലസ് വേണം കേട്ടോ. 20 കോമൺ ആയ കാരണം 20 into 10 മൈനസ് 20 into 13. 20 കോമൺ ആയ 20 പുറത്തെടുക്കുക. ഇനി 13 മൈനസ് 10 എന്ന് പറയുമ്പോൾ 3 വരും. ദാറ്റ് ഈസ് 5 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 60. അപ്പോൾ 1 യൂണിറ്റ് വിൽ ബി ഈക്വൽ ടു 12. ഇനി എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? നമുക്ക് വേണ്ടത് CP എന്ന് പറയുമ്പോൾ 5 into 12 60. 60 is the answer. ഓക്കെ, എ മാൻ സെൽസ് എ ഗുഡ് അറ്റ് 25% പ്രോഫിറ്റ്. ഓക്കെ, CP/SP. ഓക്കെ, ഇനി 25%, 4 രൂപയുടെ ഒരു വസ്തു 5 രൂപയ്ക്ക് വിൽക്കുന്നു, കാരണം 25% പ്രോഫിറ്റ്. ഹാഡ് ഈ പർച്ചേസ് 900 ലെസ്, പർച്ചേസ് 900 രൂപ കുറവ് രൂപയ്ക്ക് വാങ്ങിച്ചിരുന്നെങ്കിൽ, ആൻഡ് സോൾഡ് ഫോർ 900 ലെസ്. ഓക്കെ, വിറ്റതും 900 രൂപ കുറവാണെങ്കിൽ ഹി വുഡ് ഹാവ് ഗെയിൻ 5%. 5% 5/100 വരും. ദാറ്റ് വിൽ ബി 1/20 വരും. ഇനി ഈ തെറ്റ് ആവർത്തിക്കരുത് ഗൈസ്. കാരണം ഇവിടെ നോക്ക്, ഈ തെറ്റ് ആവർത്തിക്കരുത്. ഞാൻ തെറ്റ് വരുത്തി കാണിച്ചു തരാൻ കാരണം നോക്ക്, 5% മോർ പ്രോഫിറ്റ്. നേരത്തെ ക്വസ്റ്റ്യനിലെ പോലെ തന്നെ 5% മോർ പ്രോഫിറ്റ്, മുമ്പ് കിട്ടിയതിനെക്കാട്ടും 5% കൂടുതൽ പ്രോഫിറ്റ്. അപ്പം എന്താ വേണ്ട? 30% ആയിരിക്കാം. ഓക്കെ, ഈ തെറ്റ് ആവർത്തിക്കരുത്. ദാറ്റ് വിൽ ബി 3/10 എന്നായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് 10 രൂപയുടെ ഒരു വസ്തു ഞാൻ വിൽക്കുന്നത് 13 രൂപയ്ക്കായിരിക്കും. ഓക്കെ, ഇനി മൈനസ് പ്ലസ് ആക്ക്. ഇനി ദാറ്റ് ഈസ് 13 into 4 ദാറ്റ് ഈസ് 52. ദാറ്റ് ഈസ് 52 മൈനസ് 50 യൂണിറ്റ്സ്
will be equal to 900 പുറത്തേക്ക് എടുക്കുക. And now it is 13 minus 3, that will be 3. That will be 2 unit will be equal to 900 into 3, that is 450 into 3, that is 1350. In initial cost price എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് 1350 ഇൻറ്റു 4. അവസാനം 0 വേണം, 0 വേണം, 2 0 വേണം. 2 0 ഇല്ലാത്ത ഓപ്ഷനൊക്കെ വെട്ടിക്കളാം. 2 0 ഇല്ലാത്ത ഓപ്ഷൻ. ഓക്കെ, ഇനി എന്താ വേണ്ടേ? 4 8 12 14 1 4 5 5 4 0 0 5 4 0. Option D is the right answer. By selling 90 ball pens 90 for rupees 160, a person loses 20%. The number of pens which he should sell for rupees 96, so we have a profit of 20%. നോക്ക്, രണ്ട് കേസിലും CP സെയിം വസ്തുവിനെ പറ്റി പറഞ്ഞേക്കുന്നത്. CP രണ്ട് സൈഡിലും സെയിം ആണ്. സെയിം വസ്തുവിനെ പറ്റി പറയുന്നത് രണ്ട് സൈഡിലും CP സെയിം ആണ്. നോക്ക്, SP ഒരു പേനയുടെ വില എത്രയായിരിക്കും? 90 പേനയുടെ വില 160 ആണെന്ന്, ഒരു പേനയുടെ വില 160/90. ഓക്കെ, ഇൻറ്റു ഇനി ഇവിടെ എത്ര ശതമാനം പ്രോഫിറ്റ്? 1% പ്രോഫിറ്റ് അല്ല, നഷ്ടമാണ്, 20% നഷ്ടം. താഴെ 80% ഇൻറ്റു നമുക്ക് CP കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യേണ്ടത്? ഇൻറ്റു 100%. ഞാൻ പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞുതരാം. ഓക്കെ, ഇത് 5 സെക്കൻഡിൽ എങ്ങനെ ആൻസർ കിട്ടാന്നുള്ള സ്റ്റെപ്സ് ആണിത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്ക്, ഇവിടെ എത്ര രൂപയാണ്? 96 രൂപ, റൈറ്റ്? 96 രൂപ എത്ര പേന ഉണ്ടെന്ന്, 96 രൂപ എത്ര പേന ഉണ്ടെന്ന് നമുക്കറിയില്ല. നമ്മൾ എക്സ് വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. ടോട്ടൽ പ്രൈസ് എത്ര പറഞ്ഞാൽ 96. ഓക്കെ, ആൻഡ് പ്രോഫിറ്റ് എത്ര? 20%. ദാറ്റ് ഈസ് 120% ബൈ 100%. കാണിച്ചാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ 100% ഉണ്ട്. ഓക്കെ, ഈ 100%ഉം വെട്ടിക്കളാം, ഈ പെർസെൻറ്റേജും വെട്ടിക്കളാം. ഓക്കെ, 0 0 വെട്ടിക്കള. 4 8 ഇപ്പോൾ 2 വരും, 4 8 12 3 വരും. ഇവിടെ 3 വെച്ച് വെട്ടുമ്പോൾ 3 6 9 3 6. ഓക്കെ, ഇനി ഇവിടെ 2, ദിസ് വിൽ ബി 80. ഓക്കെ, ദെൻ 0 0 വെട്ടിക്കള. ഫ്രം ഇവിടെ നിന്ന് എക്സ് ഈക്വൽ ടു 32 ഇൻറ്റു 9/8 എന്ന് വരും. ദാറ്റ് വിൽ ബി 4. ഓക്കെ, 36 ആയിരിക്കും ആൻസർ. 36 ആൻസർ. ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. CP എങ്ങനെ എഴുതാം? CP ഇൻറ്റു, നോക്ക്, CP സെയിം ആണ്, റൈറ്റ്? ഇതാണ് ആൻസർ കിട്ടിയ. CP സെയിം ആണ്. ഇനി CP ഈക്വൽ ടു CP ഇൻറ്റു ഫസ്റ്റിൽ എത്ര ശതമാനം നഷ്ടമാണ്? 20%. അപ്പോൾ 100 മൈനസ് 20/100 അല്ല, അപ്പോൾ 80/100 വിൽ ബി ഈക്വൽ ടു SP, റൈറ്റ്? SP എന്താണ് ഇവിടെ? ഒരു ഐറ്റത്തിൻ്റെ SP പറ. ദാറ്റ് ഈസ് ഈക്വൽ ടു 160/90. ഒരു ഐറ്റത്തിൻ്റെ മാത്രം കേട്ടോ. ഓക്കെ, ഇനി CP എങ്ങനെ കിട്ടി? CP1 വിൽ ബി ഈക്വൽ ടു 160/90 ഇൻറ്റു 100/80. ഓക്കെ, ഇനി അതേപോലെ തന്നെ CP2 ഇൻറ്റു, അവിടെ ലാഭമാണോ നഷ്ടമാണോ? CP1ഉം CP2ഉം സെയിം ആണ് കേട്ടോ. കാരണം ഒരേ വസ്തുവിന് സെയിം കോസ്റ്റ് പ്രൈസ് ഉള്ളത്, അവിടെയുള്ളത് ലാഭമാണ് 20%. ദാറ്റ് വിൽ ബി 120/100 വിൽ ബി ഈക്വൽ ടു SP1. SP1 എന്ന് പറഞ്ഞേക്കണം നമുക്ക് 96 രൂപ എന്ന് മാത്രം പറഞ്ഞുള്ളൂ, എത്ര ഐറ്റം ഉണ്ടെന്ന് പറയില്ല. അപ്പോൾ ബൈ എക്സ് വേണം. CP2 വിൽ ബി ഈക്വൽ ടു 96/x ഇൻറ്റു 100/120. ഇനി CP1ഉം വിൽ ബി ഈക്വൽ ടു CP2. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കുറയ്ക്കാൻ വേണ്ടി മറ്റേ രീതിയിൽ പോകുന്നതാണ് നല്ലത്. 160/90 ഇൻറ്റു 100/80 will be equal to 96/x into 100/120. ഓക്കെ, 4 8. ഓക്കെ, 4 8 12 3 100 ക്യാൻസൽ. ഇവിടെ 3 6 9 3 6. ഇവിടെ 80. ഓക്കെ, ഇനി എന്താണ്? എക്സ് വിൽ ബി ഈക്വൽ ടു 32 ഇൻറ്റു, ഇവിടെ 0 0 വെട്ടിക്കള. ഇവിടെ 8 15 32 4. എക്സ് വിൽ ബി ഈക്വൽ ടു, ദിസ് ഇസ് സിംപ്ലി ബാക്കിയുള്ളത് 4 ഇൻറ്റു 9, ദാറ്റ് വിൽ ബി 36. മനസ്സിലായല്ലോ? അപ്പം നമുക്ക് ഒരു ഫോർമുല ഉണ്ടാക്കാം. ദാറ്റ് ഈസ് P1/Q1 ക്വാണ്ടിറ്റി ഇൻറ്റു 100. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ. CP സെയിം ആവണ സമയത്ത് ഇത് യൂസ് ചെയ്യാം. പ്ലസ് ഓർ മൈനസ് പ്രോഫിറ്റ് യാ ലോസ് percentage. Okay, equal to P2/Q2 into 100 plus or minus
പ്രോഫിറ്റ് ലോസ് പെർസെൻറ്റേജ്. ഓക്കെ, സെറ്റ് അല്ലേ? പ്രോഫിറ്റ് അഥവാ ലോസ് പെർസെൻറ്റേജ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. എ പേഴ്സൺ ബ്രോട്ട് 7 ആപ്പിൾസ് ഫോർ 3 rupees. 3/7. അറ്റ് വാട്ട് പ്രൈസ് ഹി ഷുഡ് സെൽ 100 ആപ്പിൾസ്? 100 ആപ്പിൾസ് എത്ര രൂപയ്ക്കാണ് വിൽക്കേണ്ടത്? സോ യു ഹാവ് ടു ഗെറ്റ് എ പ്രോഫിറ്റ് ഓഫ് 33%. അപ്പോൾ സി പി ഓഫ് വൺ ഐറ്റം വിൽ ബി ഈക്വൽ ടു 3/7. അറ്റ് വാട്ട് പ്രൈസ് ഷുഡ് ഹി സെൽ 100 ആപ്പിൾസ്? ഇനി 33% ലാഭം കിട്ടണം. 1 + 1/3 എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 4/3. ഓക്കെ, ദിസ് വിൽ ബി സി പി എന്ന് പറയുമ്പോൾ 4/7 ആയിരിക്കണം. അല്ല, എസ് പി എന്ന് പറയുമ്പോൾ സി പിയിലോട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ എസ് പി ഈക്വൽ ടു 4/7 ആയിരിക്കണം. ഇനി എസ് പി നമുക്ക് 4/7 ആണെങ്കിൽ 4/7 ഷുഡ് ബി ഈക്വൽ ടു x/100. ഓക്കെ, ദാറ്റ് വിൽ ബി എക്സ് വിൽ ബി 400/7. 35 എന്ന് വരും, 5. ദിസ് വിൽ ബി 57.11 എന്ന് വരും. 97 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ബൈ സെല്ലിംഗ് 3 dozen ഓറഞ്ചസ് ഫോർ 405. ഓക്കെ, അപ്പോൾ സി പി സെയിം ആയിരിക്കണം. 405 ബൈ 3 dozen. 3 ആയിട്ട് കുഴപ്പമില്ല. എ ട്രേഡർ ലോസസ് 25%. ഞാൻ പറഞ്ഞു 100 minus 25, that will be 75% into 100%. Okay, how many oranges should he sell for 288? 288, that will be equal to 288 by x. If we need to make a profit of 20%, that is 120% by 100%. Okay, percentage ആദ്യം വിട്ടിക്കളാം. ഓക്കെ, ഇനിയുള്ളത് 75, 3, 100, 4. ഓക്കെ, 120, 5, 100, 5, 126. ഓക്കെ, ഇനി 3, 6, 2 വെട്ടികൾ 144. ഇനി 144 ആൻസർ 4, 8, 12, 2, 6. ഇനി അതേപോലെ 5, ഇവിടെ 8, 81. ഇനി 3, 6, 2, 7, 21. ഓക്കെ, ഇനി എക്സ് വിൽ ബി ഈക്വൽ ടു 36/27. ഇത് ഡസൺ ആട്ടാ. ഒരു ഡസണിൽ 12 ഓറഞ്ച് ഉണ്ടാവും. ഇത് എത്ര ഡസനാണ് നോക്ക്. ഇവിടെ നോക്ക്, ദിസ് വിൽ ബി 9/12. 3, 6, 4/3. ഓക്കെ, 4/3 ആൻഡ് ദാറ്റ് വിൽ ബി 16 ഓറഞ്ചസ്. 16 ഓറഞ്ച്. ഇത് ഡസൺ ആണ് കേട്ടാ. ഇവിടെ 4/3 ഡസൺ. 4/3 ഡസൺ. ഒരു ഡസൺ എന്ന് പറയുമ്പോൾ എത്രയാണ്? 12 ഓറഞ്ച്. മനസ്സിലായില്ല? ഇങ്ങനെ ഇട്ടാന്ന് നോക്ക്. 4/3 എങ്ങനെ എഴുതാൻ പറ്റും? 4/3 ഈക്വൽ ടു 3/3 പ്ലസ് 1/3. 3/3 എന്ന് പറയുമ്പോൾ എന്താ? 1 ഡസൻ. അപ്പോൾ ഇവിടെ തന്നെ 12 ഓറഞ്ച് ആയി. ഇവിടെ എത്ര? 12/3 എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 4. 16 ഓറഞ്ച്. ഓക്കെ, ബൈ സെല്ലിംഗ് 32 ഓറഞ്ചസ് ഇൻ 1 rupee. ഓ മൈ ഗോഡ്, 1 രൂപയ്ക്ക് 32 ഓറഞ്ച്. ഒമ്മോ. A man loses 40%. That will be 60% into 100%. ഞാൻ പറഞ്ഞത് ഫോർമുല ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് യൂസ് ചെയ്യാൻ. ഓക്കെ, വിൽ ബി ഈക്വൽ ടു ഹൗ മെനി ഓറഞ്ചസ് പെർ 1 rupee ഷുഡ് ഹി സെൽ? 1 rupee, ഹൗ മെനി ഓറഞ്ചസ് ടു ഗെറ്റ് എ ഗെയിൻ ഓഫ് 20%? 120 into 100%. 100% വെട്ടിക്കളാ. 60 ഇവിടെ 1, ഇവിടെ 2 ആയി മാറും. ഇനി ഇവിടെ ഈ 2 ഇവിടെ 16 ആയി മാറും. Then x will be equal to 16. That is answer. Option B is the right answer. After selling 4 articles for 1 rupee, he incurred a loss of 4%. That is 96 into 100. If he had sold 3 articles, okay, at ₹1, his profit would have been, this will be equal to 100 plus or minus loss या profit into 100. വെട്ടിക്കള, ഇത് വെട്ടിക്കള. ഓക്കെ, ഇനി ഇവിടെ ദിസ് വിൽ ബി 3, 6, 9, 3, 6. അപ്പോൾ ദാറ്റ് വിൽ ബി 100 പ്ലസ് ഓർ മൈനസ് P/L വിൽ ബി ഈക്വൽ ടു 4, 8, 4, 8, 12. അതിനർത്ഥം എന്താണ്? പ്രോഫിറ്റ് ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 28%. 28%. ഓക്കെ, ദാറ്റ് ഇസ് ആൻസർ. 28 is ആൻസർ. On selling 70 article for 160. 160 by 70. A person got a loss of 20% into 80 into 100 will be equal to how many articles would you sell for 96 to get a profit of 96? Price, quantity, okay, into to get a profit of 20%. 120 by 100.
100 വെട്ടിക്കള, 4 8 2, 4 8 12 3, this will be 3 6 9, 3 6, this will be 80, 0 0 വെട്ടിക്കള, and x will be equal to 32 into 7 by 8, 8 32, that will be 28, 28 is answer. By selling 18 table fan for 11664, 11664, 18 table fan, okay, and loss of 10%, 90 into 100, let it be equal to, how many fans should he sell for? 17424, and earn by x into earn profit of 10%, 110 by 100, okay, 100 get cancelled. Now 0 0 get cancelled. ഓക്കെ, ഇനി 9 വെച്ച് വിട്ട് ദാറ്റ് വിൽ ബി 9 1, ബാക്കി 3 വരും, സോറി 2 വരും, സോറി കേട്ടോ. ഇനി 9 18, ഓക്കെ 2, ഇവിടെ 8 വരും, വീണ്ടും 9 81 വരും, ഇനി 5, ഓക്കെ, ദെൻ 6 വരും. ഓക്കെ, ഇനി ഇത് വീണ്ടും 9 വെച്ച് ഇതാണ്, ഇതിവിടെ 9 2 ഇത്, ദാറ്റ് വിൽ ബി ഇവിടെ വെട്ടിക്കള 9 1, ബാക്കി 3 36 4, ഓക്കെ 3, ഓക്കെ എഗെയിൻ വരും, അങ്ങനെ 9 കുട്ടികളാ. ഇനി ഇവിടെ 72, ഓക്കെ, ഇനി 11 വെച്ച് കുട്ടികളാ, ദാറ്റ് വിൽ ബി 11 1, ബാക്കി 6 വരും, ദാറ്റ് വിൽ ബി 5 55, ദാറ്റ് വിൽ ബി 9, ദാറ്റ് വിൽ ബി 88, ബാക്കി 4 വരും 4, ഓക്കെ. Now x will be simply 1584 by 72. ഇനി ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലാസ്റ്റ് നോക്ക്, 4 എന്തിൻ്റെ 4 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത് 2 ആയിരിക്കുള്ളൂ. ഓക്കെ, 2 ലാസ്റ്റ് ഡിജിറ്റുള്ള ഒരേ ഒരു ഓപ്ഷൻ ഉള്ളൂ, ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, 22. ഓക്കെ, ഇനി 2 ആർട്ടിക്കൽ കേസ് നോക്ക്. ഈ ഒരു ലെസണിൽ ഒരുപാട് ടൈപ്പുകളുണ്ട്, ഒരുപാട് ടൈപ്പ്, അതിൻ്റെതായ ഒരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, എളുപ്പത്തിൽ കിട്ടാനുള്ള അതിൻ്റെതായിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അതൊക്കെ പെട്ടെന്ന് വരണമെങ്കിൽ കണ്ടിന്യൂസ് പ്രാക്ടീസ് തന്നെ വേണം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. എ മാൻ സെൽസ് എ ടേബിൾ അറ്റ് 12% ലോസ് ആൻഡ് എ ബുക്ക് അറ്റ് 19% പ്രോഫിറ്റ്. ഇപ്പോൾ സപ്പോസ് ഈ ബുക്കുണ്ട്, ടേബിളുണ്ട്, റൈറ്റ്? ടേബിൾ ബുക്കല്ല, ടേബിളാണ് അതിൽ പറയുന്നത്. ഇനി സപ്പോസ് ഈ ടേബിളിൻ്റെ കോസ്റ്റ് പ്രൈസ് 100x, ഓക്കെ, ഇനി ബുക്കിൻ്റെയോ 100y. ഇനി ആദ്യം എന്താ പറഞ്ഞേക്കുന്നത്? എ മാൻ സെൽസ് എ ടേബിൾ അറ്റ് 12% ലോസ്, ദാറ്റ് മീൻസ് -12x. Okay, and book at 19% profit plus 19y. Okay, he earns a profit. നോക്കൂ, പ്രോഫിറ്റ് മാത്രമാണ് അവിടെ, അത് കാരണമാണ് ഞാൻ 12 -12x എന്ന് എടുത്തതും 19y. കാരണം പ്രോഫിറ്റ് മാത്രമാണ് അവിടെ കൺസിഡർ ചെയ്യണത്, വേറെ ഒന്നും കൺസിഡർ ചെയ്യില്ല. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 160. ഇനി സെക്കൻഡ് കേസ് കൊടുക്കും. ബട്ട് ഇഫ് ഹി സെൽസ് എ ടേബിൾ അറ്റ് 12% പ്രോഫിറ്റ്, ദാറ്റ് ഈസ് 12x പ്ലസ് and the book at 16y, 16% loss, -16y, okay, and he bears a loss of 40, that is -40, guys. Okay, clear അല്ലേ? Find the difference between the price of the table and the book. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നിനെ 0യിലേക്ക് എത്തിക്കണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യേണ്ടതാണ്? ഇവിടെ എനിക്ക് ആഡ് ചെയ്യണം, മൊത്തം ഇക്വേഷൻ ആഡ് ചെയ്യും. ഓക്കെ, കിട്ടാൻ പോകുന്നു 3y will be equal to 120. അവിടെ നിന്ന് എനിക്ക് y will be equal to 40. ഇനി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട്, ദാറ്റ് ഈസ് 12x minus 16y will be equal to -40. സബ്സ്റ്റിറ്റ്യൂട്ട് അതിന് മുമ്പ് ഞാൻ കുറച്ച് തരാം. 4 8 12, 3x minus 4y will be equal to -10. ഇനി ദാറ്റ് ഈസ് 3x മൈനസ് ദാറ്റ് വിൽ ബി 160. ഓക്കെ, കാരണം y എന്താണ്? ദിസ് ഈക്വൽ ടു 40 will be equal to -10. Okay, and 3x ഇവിടെ -10 plus 160 എന്ന് വരും. അപ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്നത് 150 എന്ന് വരും, 150, and x will be equal to 50. ഓക്കെ, ഇനി എക്സും വൈയും കിട്ടിയ എന്താ ബുദ്ധിമുട്ട്? ഇൻറ്റു 100. ഇനി ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ, അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈസസ് ഓഫ് ബുക്ക് ആൻഡ് ടേബിൾ. ടേബിളിൻ്റെ പ്രൈസ് എത്ര? ദാറ്റ് ഈസ് 50 into 100, 50,000, 50,000 രൂപ. 50 into 100. ഇനി ബുക്കിൻ്റെയോ? ബുക്കിൻ്റെ എത്ര? വൈ എത്ര തന്നെ? 40. ഓക്കെ, 10,000 രൂപ അല്ല 1000 രൂപ വ്യത്യാസം, 1000 രൂപ ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ. അതുകൊണ്ട് ഈ ഒരു പ്രശ്നം ഒരുപാട് ടൈപ്പുകളുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. രമേശ് സെൽസ് എ പെൻ, പെന്നുണ്ട്, ബുക്ക് ഉണ്ട് ഇവിടെ.
പേനയുണ്ട്, ബുക്ക് ഉണ്ട് ഇവിടെ. ഇനി പെൻ ആൻഡ് ബുക്ക്. ഇവിടെ പേനയുടെ CP 100x എന്ന് എടുത്തോ, ബുക്കിൻ്റെ 100y എന്ന് എടുത്തോ. കാരണം ഇവിടെ പ്രോഫിറ്റ് ലോസ് പറയുന്നുണ്ട്, 7 രൂപ പ്രോഫിറ്റ്. അത് കാരണം ഇങ്ങനെ എടുക്കുന്നത്. നമുക്ക് 5% ലോസ്. ഓക്കെ, ദാറ്റ് ഈസ് -5x. അത് കഴിഞ്ഞിട്ട് പ്ലസ് എ ബുക്ക് അറ്റ് 15% പ്രോഫിറ്റ്. ഓക്കെ, ഇനി രണ്ടും കൂടി കിട്ടുന്ന തുക എന്ന് പറയുമ്പോൾ 7 രൂപ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ, ദാറ്റ് ഇഫ് ഹി സെൽസ് ദ പെൻ അറ്റ് 5% പ്രോഫിറ്റ്, 5x. ഇനി വൈൻ്റെ കേസിൽ ആൻഡ് ബുക്ക് അറ്റ് 10% പ്രോഫിറ്റ്, 10y. ഓക്കെ, ഹി വിൽ ബി ഗെറ്റിംഗ് എത്ര? 13 കണ്ടേ? 13 കണ്ടേ? അല്ല, 6 രൂപ. 6 മോർ. 7 + 3 13. ഓക്കെ, ദാറ്റ് വിൽ ബി, ഇവിടെ എന്താണ്? ജസ്റ്റ് ആഡ് ചെയ്യൂ ഗൈസ്. ദാറ്റ് വിൽ ബി 25. y will be equal to 20 and y will be 20/25, that will be 4/5. ഇനി എനിക്ക് എന്താ വേണ്ടേ? ദ പ്രൈസ് ഓഫ് ബുക്ക് ആൻഡ് പെൻ. ഇനി ഇവിടെ നിന്ന് എനിക്ക് ബുക്കിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 100 ബുക്ക് 100 × 4/5, 10 ദാറ്റ് വിൽ ബി 80 രൂപ. ഇനി എന്താ? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് വിൽ ബി 5x പ്ലസ് 10y അല്ലേ? y ഈസ് ജസ്റ്റ് 4/5 ഈക്വൽ ടു 13. നോക്കുക, ബുക്കിൻ്റെ വില ഇപ്പോഴേ എനിക്ക് 80 വെച്ച് ഓപ്ഷൻ മാർക്ക് ചെയ്യട്ടെ. ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, എന്നാൽ ഞാൻ ഇതിനു വേണ്ടി കാണിച്ചു തരാം. 5x ഇവിടെ 2 വരും, ഇവിടെ പ്ലസ് 8 വരും. 13 - 8 എന്ന് വരുമ്പോൾ ദാറ്റ് വിൽ ബി 5. അങ്ങനെ x = 1 എന്ന് കിട്ടും. അപ്പം നമ്മുടെ പേനയുടെ 100x, അപ്പോൾ 100 രൂപ പേനയ്ക്ക്. ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് വെച്ച് എങ്ങനെ 5 സെക്കൻഡിൽ കുത്താമെന്ന് അറിയോ? കാണിച്ചു തരാം. അതുണ്ട്. നോക്ക്, ശരിയായ ഓപ്ഷൻ സി ആണ്. അപ്പം ഞാൻ അത് വെച്ച് ആദ്യം തന്നെ കാണിച്ചു തരാം. നോക്ക്, ബുക്ക് ഫസ്റ്റ് പേനയുടെ കേസ് ഫസ്റ്റ് ഓഫ് ഓൾ 5% നഷ്ടത്തിൽ, ദാറ്റ് ഈസ്. ആൻഡ് ഇവർ പറയുന്ന പേന രണ്ടാമത്തത്, പേന 120. ഓക്കെ, ആ പേന രണ്ടാമത്, അപ്പോൾ 100. ഓക്കെ, 100. ഓക്കെ, ഇനി 100 ഇൻറ്റു ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് നഷ്ടം 5% കേട്ടോ. ദാറ്റ് വിൽ ബി -5/100. ഇനി ബുക്കിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 80 രൂപ. 80 ഇൻറ്റു അവിടെ ഫസ്റ്റ് തന്നെ ലാഭം /15 × 100. ഇതിൻ്റെ ആൻസർ 7 രൂപ എന്ന് വരാൻ വെച്ചാൽ ഈ ഓപ്ഷൻ കുത്തിക്കോ. ഇവിടെ നോക്ക്, -5 ആയിരിക്കും. ഇവിടെ 0 0 3, ഇവിടെ 2, ഇവിടെ 4 പ്ലസ് 12. അപ്പോൾ എത്ര വരുന്നു? ഇവിടെ 7 വന്നില്ലേ? അങ്ങനെ 7 വന്നാൽ 2 സെക്കൻഡിൽ കുത്താം. എല്ലാ ഓപ്ഷൻ വെച്ച് കാണിച്ചു തരാം എങ്ങനെയാണ്. ഓപ്ഷൻ വെച്ച് എങ്ങനെ മാർക്ക് ചെയ്യാൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യനിൽ. ഇത്ര സ്റ്റെപ്പ് ചെയ്ത് സമയം വേസ്റ്റ് ആക്കാനുള്ളതൊന്നും ഇത്രയൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ. ഇങ്ങനത്തെ ടൈപ്പ് ഒന്നല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ C ആണ്, ഇപ്പോൾ C ആണ് കിട്ടില്ല. എനിക്ക് A വെച്ച് എങ്ങനെ നോക്കാമെന്ന് കാണിച്ചു തരാം. എന്തായാലും തെറ്റും. എങ്ങനെ തെറ്റുമെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞേക്കുന്നത് ഒരു പേനയ്ക്ക് 5% ലോസ്. അപ്പോൾ പേനയുടെ വില പറഞ്ഞേക്കുന്നത് 120. 120 ഇൻറ്റു -5/100 പ്ലസ്. ഇനി ബുക്കിനാണെങ്കിലോ 15%. ബുക്കിൻ്റെ വില 60 ഇൻറ്റു 15/100. ഇത് ഈക്വൽ ടു 7 എന്ന് വന്ന ആൻസർ ഓപ്ഷൻ ശരിയാണ്. ഈക്വൽ ടു 7 അല്ലെങ്കിൽ വന്ന ആ ഓപ്ഷൻ തെറ്റാണ്. അത് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, നോക്കാം. ഓക്കെ, 5 10. ഓക്കെ, ദാറ്റ് വിൽ ബി 6. ഓക്കെ, ദാറ്റ് വിൽ ബി -6 പ്ലസ് 0 0 ക്യാൻസൽ 10. ഓക്കെ, 2 4 6 പ്ലസ് 9 വരുന്ന എത്ര? 3 രൂപ. അപ്പോൾ തെറ്റ്. ഓക്കെ, അങ്ങനെ ഓരോ ഓപ്ഷൻ നോക്കി എലിമിനേറ്റ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാം. ഒറ്റ സ്റ്റെപ്പ് എടുത്താലും ഇത്തിരി ടൈം കൺസ്യൂമിങ്. ഇനി ഇതിനും ടൈം കൺസ്യൂം ആണ്. എന്ന് വെച്ചാൽ പെർസെൻറ്റേജ് സ്ട്രോങ് ആക്കണം ഗൈസ്. നോക്ക്, രമേശ് സെൽസ് പെൻ അറ്റ് 5% ലോസ്. അപ്പോൾ പേനയുടെ 100 രൂപയാണ് വെച്ചാൽ 5% ലോസ് എന്ന് പറയുമ്പോൾ 5% എത്ര? ദാറ്റ് വിൽ ബി -5 ഓൺലി. ഇനി എ ബുക്ക് അറ്റ് 15% പ്രോഫിറ്റ്. 80ൻ്റെ 15 എന്താ? 8 ഇൻറ്റു നോക്ക്, 80 ഇൻറ്റു 15/100. 15 3 100 20 20 4 12 എന്ന് വരും. ഇവിടെ 12 എന്ന് വരും. ഓക്കെ, ഇതിപ്പോൾ എത്രയായി ഡിഫറൻസ്? 7. ഇങ്ങനെയാണ് 2 സെക്കൻഡ് 3 4 5 സെക്കൻഡിൽ പെട്ടെന്ന് പെടുന്നത്. പെർസെൻറ്റേജ് സ്ട്രോങ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് പെടുന്നേ.
ഓക്കെ, അതുപോലെ ഓപ്ഷനിൽ കാണിച്ചു തരാം. നോക്ക്, ഇവിടെ നോക്ക് 120 രൂപയാണ് വെച്ചാൽ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ലോസ്. അപ്പോൾ 120 ഇൻറ്റു 5/100 ദാറ്റ് ഈസ് 120. 5% എന്ന് പറയുന്നത് 1/20. 120/20 എത്ര? 6. ലോസ് ആയി കാരണം -6. ഇനി പ്ലസ് ബുക്കിന്റെ വില പറഞ്ഞത് 60 രൂപ. 60 ഇൻറ്റു 15%. അപ്പോൾ 60 ഇൻറ്റു 3/20. ഓക്കെ, ഈ 60 20 3 9 ആയിരിക്കും. ഇവിടെ 3 എന്നാണ് വരുന്നത് കണ്ടാ. അപ്പോൾ അല്ല, അങ്ങനെ വെട്ടിക്കളയാം. അങ്ങനെയാണ് പെട്ടെന്ന് ചെയ്യാം. പേഴ്സൻറ്റേജ് സ്ട്രോങ് ആക്ക്. A person bought 2 watches for 1800 രൂപ and sold first at 10% profit. First at 10% profit. Second at 20% profit. If you had the first in the case, first case. If you have sold the first at 20% profit and the second at 10% profit, he would have get 15 more. Okay. Find the difference between CP of the rows. നമുക്ക് എനിക്ക് എഴുതി പിടിക്കാൻ ഭയങ്കര മടിയാണ്. സത്യം പറയല്ലോ, ഭയങ്കര മടിയാണ്. നമുക്ക് എന്താ കാണണ്ടായെന്ന് നമുക്ക് 2 വാച്ച് ഉണ്ട്. ഫസ്റ്റ് വാച്ചിൻ്റെ ഞാൻ അസ്യൂം ചെയ്യുന്ന കോസ്റ്റ് പ്രൈസ് 100x സെക്കൻഡിന് അസ്യൂം ചെയ്യാനുള്ളത് 100y. ഓക്കെ, അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് സിമ്പിളായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 വാച്ചസ്. ദാറ്റ് ഈസ് മേ ബി ഏതാ വലുത് നമുക്ക് അറിയില്ല, അതായത് മോഡുലസ് ഇടുന്നു 100x - 100y അത്രയും കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇനി ഫസ്റ്റ് കേസ് നോക്കുക. ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതി കാണിക്കണോ അതോ വെറും നോക്ക് 100x ഫസ്റ്റ് 10x മൈനസ് ഞാൻ എഴുതി കാണിക്കാം. ഇത് 10x എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ കാണിച്ചു തരാം. 10x മൈനസ് ഇത് രണ്ടും വ്യത്യാസം എത്ര? 15 രൂപ. he would get 15 more. അപ്പോൾ സെക്കൻഡ് മൈനസ് ഫസ്റ്റ് ചെയ്യണം. അപ്പോൾ 20x മൈനസ് 10x. അവിടെ 10x എന്ന് വരും. 10x എന്ന് അവിടെ തന്നെ വരും. ഇനി സെക്കൻഡ് കേസിൽ 10x മൈനസ് 20x അവിടെ മൈനസ് 10x എന്ന് വരും. അല്ല 10y എന്ന് വരും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 15 രൂപ. ഓക്കെ, ഇതൊക്കെ എന്താ കണ്ടുപിടിക്കണേ? 100x. അപ്പോൾ എന്ത് ചെയ്യണ്ടേ? രണ്ട് സൈഡിൽ ഇൻറ്റു 100 ദാറ്റ് വിൽ ബി 100x മൈനസ് 100y വിൽ ബി എത്ര? 150. മനസ്സിലായ? ഞാൻ കാണിച്ചുതരാം. മനസ്സിലായില്ല എന്ന് എനിക്ക് കാണിച്ചു തരാം. നോക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്. സപ്പോസ് ഫസ്റ്റ് കേസിൽ 10%, ഫസ്റ്റ് ഐറ്റം വിറ്റത് 10% പ്രോഫിറ്റിന്, അപ്പോൾ എനിക്ക് 10x എന്ന് എടുക്കാം. പ്ലസ് ഇനി സെക്കൻഡ് ഐറ്റം വിറ്റത് 20% പ്രോഫിറ്റിൽ, അപ്പോൾ എനിക്ക് 20y എന്ന് എടുക്കാം. സപ്പോസ് ഈക്വൽ ടു R. ഇനി സെക്കൻഡ് കേസിൽ ഫസ്റ്റ് he sold the first at 20% profit, that is 20x, പ്ലസ് ഇനി സെക്കൻഡ് at 10% profit, he would get 15 രൂപ കൂടുതൽ കിട്ടുന്നല്ലേ പറഞ്ഞേ. അപ്പോൾ എന്താ? 6 + 15. ഇനി എന്ത് ചെയ്യണ്ടേ? മൈനസ് ഒക്കെ മൈനസ് മൈനസ്. ഓക്കെ, ദാറ്റ് വിൽ ബി മൈനസ് 10x. ഓക്കെ, പ്ലസ് 10y വിൽ ബി ഈക്വൽ ടു R മൈനസ് മൈനസ് 15. ഓക്കെ, ഇനി മൈനസിന് അപ്പുറത്തോട്ട് കളാം. ദാറ്റ് ഇസ് ബി 10x മൈനസ് 10y വിൽ ബി ഈക്വൽ ടു 15. ഇനി ഇക്വേഷൻ നോക്കുക. നമുക്ക് കണ്ടുപിടിക്കണം 100x മൈനസ് 100y. അപ്പോൾ എന്താണ്? രണ്ട് സൈഡിൽ ഇൻറ്റു 10g. അപ്പോൾ എന്തായിരിക്കും? ദാറ്റ് ഈസ് 100x മൈനസ് 100y വിൽ ബി ഈക്വൽ ടു 150. ഓക്കെ, എ പേഴ്സൺ ബൈസ് 5 tables and 9 chairs for 15,400. ഓക്കെ, ഹി സെൽസ്. നോക്ക്, ഒരു ടേബിളിൻ്റെ സപ്പോസ് കോസ്റ്റ് പ്രൈസ് അസ്യൂം ചെയ്യുക 100x എന്ന് അസ്യൂം ചെയ്യുക. ഒരു ടേബിളിൻ്റെ കോസ്റ്റ് പ്രൈസ് 100x. ഒരു ചെയറിൻ്റെ, ഇത് ടേബിളിൻ്റെ കേട്ടോ. ഇനി ചെയറിൻ്റെ വന്നപ്പോൾ നമുക്ക് കോസ്റ്റ് പ്രൈസ് അസ്യൂം ചെയ്യേണ്ടത് 100y എന്ന് അസ്യൂം ചെയ്യുക. ഇനി അതിനെ കൊടുത്തേക്കുന്നത് നമുക്ക് 5 ടേബിൾ വാങ്ങി. അപ്പോൾ എത്ര? ഒരെണ്ണത്തിൻ്റെ 100x ആണെന്ന് 5 500x പ്ലസ് ഒരെണ്ണത്തിൻ്റെ 100y ചെയറിൻ്റെ ഇതാണെന്ന് വെച്ചാൽ 9 900y വിൽ ബി ഈക്വൽ ടു 15400. ഓക്കെ, നോക്ക്, ഹി സെൽസ് ടേബിൾസ് അറ്റ് 10% പ്രോഫിറ്റ്. ഒരു ടേബിളിൻ്റെ പ്രോഫിറ്റ് 10% വാങ്ങിച്ചാൽ ഗൈസ് 5 ടേബിളിൻ്റെ പ്രോഫിറ്റ് എത്രയാണ്? 50x 50x. ഓക്കെ, പ്ലസ് ആൻഡ് ചെയേഴ്സ് അറ്റ് 20% പ്രോഫിറ്റ്. ഒരു ടേബിളിൻ്റെ പ്രോഫിറ്റ് 20% വെച്ചാൽ 9 ടേബിളിൻ്റെ പ്രോഫിറ്റ് എന്തായിരിക്കും ഗൈസ്? 180y. ആൻഡ് ദിസ് വിൽ ബി ഈക്വൽ ടു, ആൻഡ് ഹിസ് ടോട്ടൽ പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് ഓൾ ദ ടേബിൾസ് ഈസ് 2080. ഓക്കെ, ഇനി നോക്ക്, ഇനി എന്താ എനിക്ക് വേണ്ടേ? കോസ്റ്റ് പ്രൈസ് ഓഫ് 3 chairs. എനിക്ക് വേണ്ടത് 3 ചെയർ, ദാറ്റ് ഈസ് 300y വാല്യൂ ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ എനിക്ക് എക്സ് വേണ്ട. അപ്പോൾ എന്ത് ചെയ്യണ്ടേ? ഇക്വേഷൻ 2 ഇല്ലേ? ഇത് കൊണ്ടോ ഇക്വേഷൻ 2 ഇൻറ്റു 3g. ദാറ്റ് വിൽ ബി ഇവിടെ എന്തായി മാറും? ദാറ്റ് വിൽ ബി മുകളിലത്തെ 500x പ്ലസ് 900y വിൽ ബി ഈക്വൽ ടു 15400. താഴത്തെ ഇൻറ്റു 10g ഇൻറ്റു 10 ഇൻറ്റു 10g. that will be 500y plus 1800y will be equal to 20800. Okay,
വീണ്ടും സോറി, എക്സ്. ഓക്കെ, മൈനസ് സി, ദാറ്റ് വിൽ ബി ഇവിടെ മൈനസ് സി, മൈനസ്. ഓക്കെ, ദാറ്റ് വിൽ ബി മൈനസ് 900y വിൽ ബി ഈക്വൽ ടു ഇവിടെ എത്ര വരിക, ദാറ്റ് വിൽ ബി മൈനസ് 5400. ഓക്കെ, രണ്ട് സീറോ ക്യാൻസൽ, മൈനസ് പ്ലസ് ആക്കി. y വിൽ ബി ഈക്വൽ ടു ദിസ് വിൽ ബി ഈക്വൽ ടു 6. ഇനി എന്താ എനിക്ക് കണ്ടുപിടിക്കേണ്ടത്, 300y, റൈറ്റ്. 300y എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 6 ഇൻറ്റു 3, 1800. ഓക്കെ, ഓപ്ഷൻ സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ മാൻ പർച്ചേസസ് 5 ഹോസസ്. സോ സി പി ഓഫ് 1 ഹോസ് 100x എന്ന് എടുക്കാം. ഓക്കെ, ഒരു ഹോസിൻ്റെ സി പി 100x എന്ന് എടുക്കാം. ഇനി ഒരു കൗവിൻ്റെ പ്രൈസ് 100y എന്ന് എടുക്കാം. ഇനി എ മാൻ പർച്ചേസസ് 5 ഹോസസ് ആൻഡ് 10 കൗസ്, റൈറ്റ്. അപ്പോൾ 500x പ്ലസ് എത്ര കൗ വാങ്ങിച്ചു, 10 കൗ വാങ്ങിച്ചു, 1000y വിൽ ബി ഈക്വൽ ടു 10,000 രൂപ. ഓക്കെ, ഹി സെൽസ് ദ ഹോസസ് അറ്റ് 15% പ്രോഫിറ്റ്, 15% പ്രോഫിറ്റ്. ഓക്കെ, ഒരു ഹോസിന് 15% വെച്ചാൽ 5 ഹോസിന് എത്ര ആയിരിക്കും, 75x പ്ലസ് ആൻഡ് കൗസ് അറ്റ് 10%. ഒരു പശുവിന് 10% നഷ്ടമാണ് വെച്ചാൽ 10 കൗവിന് എത്ര ഉണ്ടാവും, 100% നഷ്ടം, മൈനസ് 100y ഈക്വൽ ടു ആൻഡ് തസ് ഗെറ്റ് 375. എനിക്ക് എന്താ വേണ്ടേ, ഓക്കെ, വേണ്ടത് കോസ്റ്റ് പ്രൈസ് ഓഫ് 1 കൗ ആൻഡ് 1 ഹോസ്. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ല ഇതിനെ ഇൻറ്റു 10 ചെയ്യുക. ഇതിനെ ഇൻറ്റു 10 ചെയ്യുമ്പോൾ അപ്പോൾ എനിക്ക് എന്താ വരെ ഇൻറ്റു 10 ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇത് ഈക്വലം y ഈക്വലം ദാറ്റ് വിൽ ബി 750. ദാറ്റ് വിൽ ബി 750x. ഇവിടെ 10 ചെയ്യുമ്പോൾ 1000 വരും, മൈനസ് 1000y. ഇപ്പോൾ 10 ചെയ്യുമ്പോൾ ഇൻറ്റു ഒരു 0 കിട്ടും. ഓക്കെ, ഇനി ഇനി ആഡ് ചെയ്യും, മൊത്തം ആഡ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി 1250x will be equal to 13750. Okay, 0 get cancelled and this will be, ഇവിടെ നോക്ക് ഓപ്ഷൻ നോക്ക്, 11 10 എന്തായാലും 11 അപ്പോൾ എക്സ് എന്തായാലും 11. അപ്പോൾ യെസ്, 11 വെട്ടിപ്പോവും. യെസ്, എക്സ് ഈക്വൽ ടു 11. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഓഫ് 1 ഹോസ് എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 1100. ദാറ്റ് വിൽ ബി ഓക്കെ. ഇനി ഓപ്ഷൻ 1 എടുക്കുക, ദാറ്റ് ഈസ് 500x പ്ലസ് 1000y വിൽ ബി ഈക്വൽ ടു 10,000, റൈറ്റ്. 2 0 വെട്ടിക്കള. ഇനി x 11 കൊടുക്കുക, ദാറ്റ് വിൽ ബി 55 പ്ലസ് 10y വിൽ ബി ഈക്വൽ ടു 100. ഇനി 10y വിൽ ബി ഈക്വൽ ടു 45. y വിൽ ബി 45/10. ഇനി കണ്ടുപിടിക്കേണ്ടത് 100yൻ്റെ വാല്യൂ ആണ്. 100y 100 ഇൻറ്റു 100. ഓക്കെ, 0 കിട്ടിക്കള, 450 രൂപ. അതെന്താണ് ഓപ്ഷൻ ഡി. ഓക്കെ, ഇനി ഗൈസ് ഈ ഒരു ക്വസ്റ്റ്യനിൽ എങ്ങനെ ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അറിയോ. ഓക്കെ, മെൻ പർച്ചേസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് പ്രൈസ് ഓഫ് 1 ഹോസ് ആൻഡ് 1 കൗ. ഒരാൾ 5 ഹോസിന് വാങ്ങിച്ചു. ഇനി കൗ ഫസ്റ്റുള്ള ഹോസ്, ശരി, ഫസ്റ്റ് ഹോസ്, അപ്പോൾ 5000. 5 ഹോസിന് വെച്ചാൽ ഒരെണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് 1000 വാങ്ങിച്ചാൽ അതിൻ്റെ 5000 പ്ലസ് മറ്റേ 415,500. ഓക്കെ, 10,000 എത്തുന്നുണ്ടോ, ഇല്ലെങ്കിൽ വെട്ടിക്കള, അതല്ല. ഇനി സെക്കൻഡ് വൺ 1000, ഇവിടെ 5000 വരും. 1000 ഇൻറ്റു 5 പ്ലസ് 10 ഇൻറ്റു 450. ഓക്കെ, 5000 10,000 എത്തുന്നുണ്ടോ, ഇല്ല, അപ്പോൾ അത് വെട്ടിക്കള, അതുമല്ല ആൻസർ. ഓക്കെ, ഇനി അടുത്തത് ദാറ്റ് 5 വാങ്ങിച്ചു, 5 ഇൻറ്റു 5 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 5500. ഇനി പ്ലസ് ഇൻറ്റു 10,000 എത്തുന്നുണ്ടോ, ഇല്ല, അപ്പോൾ അതുമല്ല ആൻസർ. ഇനി ഇത് നോക്ക്, ദിസ് വിൽ ബി 5500 പ്ലസ് 4500. യെസ്, 10 കൗ വാങ്ങിച്ചു, 5 പശു വാങ്ങിച്ചു. യെസ്, ഇവിടെ 10,000 രൂപ എത്തുന്നുണ്ട്. അങ്ങനെ 5 സെക്കൻഡുള്ള ആൻസർ ഇട്ടാം. ഓക്കെ, ആർട്ടിക്കിൾ എക്സ് വാസ് സോൾഡ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 23%. 23% പ്രോഫിറ്റിൽ ആർട്ടിക്കിൾ എക്സ് വിൽക്കുന്നു. ആൻഡ് വൈ അറ്റ് ലോസ് ഓഫ് 13%. ഹി ഏൺഡ് എ പ്രോഫിറ്റ് ഓഫ് 180. Okay, article X was sold at profit of 23%. Article Y at a profit of loss of 13%. He earned a total profit of 180 on the entire transaction. If article X cost 90 rupees less than Y, Y നെക്കാട്ടും 90 രൂപ കുറവാണ് എക്സിന്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് വൈ? ഓക്കെ, വൈൻ്റെ കോസ്റ്റ് പ്രൈസ് ആണ് ചോദിച്ചത്. സപ്പോസ് വൈൻ്റെ കോസ്റ്റ് പ്രൈസ് ഇത്ര ആണ്, എക്സിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്ര ആയിരിക്കും? ദാറ്റ് വിൽ ബി 1917, റൈറ്റ്. ഓക്കെ, രണ്ടിൻ്റെയും കോസ്റ്റ് പ്രൈസ് അറിയാം.
ഇത് എക്സിൻ്റെ, ഇത് വൈൻ്റെ. ഇനി ഫസ്റ്റിൽ പറഞ്ഞേക്കുന്നത് ഇഫ് എക്സ് വാസ് സോൾഡ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 23%. ഇനി ദാറ്റ് ഈസ് 1917 ഇൻറ്റു 23/100. ഇത് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡാണ്. പ്ലസ് സെക്കൻഡ് കേസ് വൈ അറ്റ് നഷ്ടത്തിലാണ് 13%. ദാറ്റ് ഈസ് മൈനസ് 2007 ഇൻറ്റു 13/100. ഇതിൻ്റെ ആൻസർ 150 എന്നാണ്. കണ്ണുകൂട്ടി പറഞ്ഞോ ഇത് തന്നെയാണ്, വേറെ ഒന്നും ഇതാക്കാൻ പറ്റില്ല. ഇത് വരുമ്പോൾ ദാറ്റ് വിൽ ബി 440.91 മൈനസ് ദാറ്റ് വിൽ ബി 260.91. ഇതിൻ്റെ വ്യത്യാസം എത്ര കേസ്? 150 അല്ലേ? ഇത് തന്നെയാണ് ആൻസർ. നിങ്ങൾ ഓപ്ഷൻ എലിമിനേഷൻ 2 സെക്കൻഡിൽ ആൻസർ കിട്ടാം. ഓക്കെ, ബാക്കിയുള്ള ഓപ്ഷൻ നോക്കി കിട്ടില്ല നിങ്ങൾക്ക്. ഇനി ഇവിടെ നോക്കി നോക്കുക, ദാറ്റ് വിൽ ബി 1960 വരും. ഇനി ഇതിൻ്റെ അടുത്ത് നോക്കി നോക്കുക. ഇനി ഗൈസ്, ഇനി ഓപ്ഷൻ ബി എങ്ങനെ ചെക്ക് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കി, എക്സിൻ്റെ 23%. ഓക്കെ, അപ്പോൾ ഇത് ഇൻറ്റു എക്സിൻ്റെ 23%, റൈറ്റ്? അപ്പോൾ ഇത് ഇൻറ്റു 23/100 വരും. ഓക്കെ, ഇനി അവിടെ ലാഭമാണ്. ഇനി നഷ്ടം 3 വൈ 13% നഷ്ടത്തിൽ. അപ്പോൾ ഇത് ഇൻറ്റു 13/100. ഓക്കെ, ഇനി നോക്ക്, ഇത് രണ്ടും ഡെസിമല്ല. 0 വെട്ടിക്കളഞ്ഞു, 0 വെട്ടിക്കളഞ്ഞു. ഇനി അവസാനത്തെ ഡിജിറ്റ് നോക്ക്, 5 എന്നാണ് അവസാനത്തെ ഡിജിറ്റ് ഇവിടെ വരുന്നത്. സംതിങ് 5 മൈനസ്. ഇനി ഇവിടെ നോക്ക്, അവസാനത്തെ ഡിജിറ്റ് 6, 12, 18, 8 എന്നാണ് അവിടുത്തെ അവസാനത്തെ ഡിജിറ്റ്. നമുക്ക് പെർഫെക്റ്റ്ലി ആയിട്ട് 180 തന്നെ വേണം. 180 കിട്ടുന്നുണ്ടോ ഗൈസ്? 5 - 8 ക്യാൻസൽ ചെയ്ത് പോകുന്ന പോലും ഇല്ല. അപ്പോൾ എങ്ങനെ ഡെസിമൽ പൊസിഷനിലുള്ള സംതിങ്, അതിന് ശേഷമുള്ള സംതിങ്, കാരണം ബൈ 10 ഉണ്ട്, ബൈ 10 ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോകണമെങ്കിൽ 180 വരാൻ ഒരു സാധ്യതയും ഇല്ല. അങ്ങനെ ആ ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ആ ഓപ്ഷൻ നമുക്ക് വെട്ടിക്കളയാം. ഓപ്ഷൻ ബി അല്ല. ഓക്കെ, ഇനി തേർഡ് ഓപ്ഷൻ നോക്കി നോക്ക്. ദാറ്റ് ഈസ് വൈൻ്റെ വില ഇതാണ്. എക്സിൻ്റെ വില എത്രയായിരിക്കും? ദാറ്റ് ഈസ് ദാറ്റ് വിൽ ബി 1920. 90 രൂപ ഉള്ളല്ലോ. അയ്യോ സോറി. ദാറ്റ് വിൽ ബി 2010. ഇതായിരിക്കും എക്സിൻ്റെ വില. 90 ഓർക്കി, ഇതായിരിക്കും എക്സിൻ്റെ വില. ഓക്കെ, ഇനി നോക്ക്, 2100. വൈ പോകുന്നത് നഷ്ടത്തിൽ. എത്ര ശതമാനം നഷ്ടത്തിൽ? 13 മൈനസ് 13/100. ഓക്കെ, ഇതും വെട്ടിക്കള, ഇത് വെട്ടിക്കള. പ്ലസ് ഇനി എക്സ് പോകുന്നത് ലാഭത്തിൽ. എത്ര ശതമാനം ലാഭത്തിൽ? 23% ലാഭത്തിൽ. 23/100. ഓക്കെ, ഇവിടെ ഫ്രാക്ഷൻ, ഇവിടെ എന്തായാലും ഡെസിമൽ ഇല്ല, പക്ഷെ ഇവിടെ ഡെസിമൽ വരുന്നുണ്ട്. ഓക്കെ, ഒരു ഡെസിമൽ ഇല്ല, മൈനസ് അല്ല പ്ലസ് മൈനസ് സംതിങ്, ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് ഇവിടെ സംതിങ് ഡെസിമൽ ഉള്ളതുണ്ട്. അവിടെ എങ്ങനെയാണ് നമുക്ക് ഒരു ഡെസിമൽ ഇല്ലാത്ത നമ്പർ മൈനസ് ഒരു ഡെസിമൽ ഉള്ള നമ്പർ എങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് 180 കിട്ടാം? ഒരു സാധ്യതയില്ല. അപ്പോൾ അതും വെട്ടിക്കളാം. അങ്ങനെ ഇതും 2 സെക്കൻഡിനുള്ളിൽ ഇതും വെട്ടിക്കളാം, ക്യാൻസൽ ചെയ്യാം. ഇനി ഇത് 2020, ഇത് വൈൻ്റെ വാല്യൂ. ഇനി എക്സിൻ്റെ വാല്യൂ 1930. ഓക്കെ, ഇനി വൈന് നമുക്കുള്ള നഷ്ടമാണ്. നഷ്ടം എത്ര? 13% നഷ്ടം ഇൻറ്റു മൈനസ് 13/100. ഓക്കെ, ഇത് വെട്ടിക്കളാം. ഇനി എക്സ് നമുക്ക് ലാഭമാണ് കൊണ്ടുവന്നത്. എക്സ് 23% ലാഭം, 23/100. ഓക്കെ, ഇനി ഇത് രണ്ടും വെട്ടിക്കളാം. ഇനി ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് മൈനസ് സംതിങ് ഉണ്ട്, അതുകൊണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത് 6 ആണ്. ഇനി ഇവിടെ നോക്ക്, ഇവിടെ ഡെസിമലിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് പ്ലസ്. ഓക്കെ, രണ്ടും പ്ലസ് ചെയ്യുമ്പോൾ പ്ലസ് ഒരു ഡിജിറ്റ് ഉണ്ട്, അതിൻ്റെ ഡെസിമലായിട്ട് ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത് 9 ആണ്. അപ്പോൾ 6 - 9 ഒരിക്കലും നമുക്ക് 0 തരില്ല. അപ്പോൾ ഇതും വെട്ടിക്കളാം. അത് 180 പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇതും വെട്ടിക്കളാം. അപ്പോൾ ഒരേ ഒരു ഓപ്ഷൻ നമുക്ക് ഫസ്റ്റ് എ. ഓക്കെ, എ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം വൈൻ്റെ വാല്യൂ 7 ആണെച്ചാൽ എക്സിൻ്റെ വാല്യൂ 1917 വരും. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഓക്കെ എക്സ് 1917. എക്സ് പോകുന്നത് പ്രോഫിറ്റ്. എത്ര പ്രോഫിറ്റിൽ? എത്ര? 23% ഇൻറ്റു 23/100. വൈ പോകുന്ന നഷ്ടത്തിൽ. ദാറ്റ് ഈസ് 7 ഇൻറ്റു 13/100. ഓക്കെ, നീ 0 എന്തായാലും ഡെസിമൽ വരും, പക്ഷെ ലാസ്റ്റ് ഡെസിമൽ കഴിഞ്ഞിട്ട് വരുന്നതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത് 7/21. 1 ലാസ്റ്റ് വരുന്നത്. ഇവിടെയും അതെ, ഡെസിമൽ കഴിഞ്ഞിട്ട് വരുന്നതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 1. അപ്പോൾ എന്തായാലും ക്യാൻസൽ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഗൈസ്. ഓക്കെ, ഫുള്ളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ബാക്കിയുള്ള എല്ലാ ഓപ്ഷനും ക്യാൻസൽ ആയി പോകുന്നുണ്ട്, ഒന്ന് മാത്രം ശരിയാവുന്നുണ്ട്. ഓക്കെ, type guys, that is dishonest shopkeeper. A dishonest shopkeeper decide to sell his good at cost price but used a certain weight of 960 gram for a kilogram. Okay, ഇങ്ങനത്തെ ക്വസ്റ്റൻ എന്താ ചെയ്യേണ്ടത്? CPSP 1000 കിലോഗ്രാം അല്ല 1000 ഗ്രാം ഉള്ള ഒരു സാധനത്തിന് പകരം അയാൾ കൊടുത്തത് വെറും 960 ഗ്രാമാണ്. 960 ഗ്രാം. ഇങ്ങനത്തെ ക്വസ്റ്റനിൽ എന്താ ചെയ്യേണ്ടത്? പറ നോക്ക്, ആൾ കൊടുത്ത ഐറ്റം അത് നമുക്കിവിടെ CPയിൽ എഴുതാം. 960 ഗ്രാം കൊടുത്തു അയാൾ. ശരിക്കും എത്ര ഉണ്ടായിരുന്നേ? 1000 ഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അയാൾക്ക് ലാഭം എത്ര? 40 ഗ്രാം അയാൾ ലാഭിച്ചു. അപ്പൊ കൊടുത്ത
കൊടുത്ത ഐറ്റം നമ്മൾ ഇവിടെ എഴുതി. ഓക്കെ, ഷോപ്പ് കീപ്പർ കൊടുത്തത് ഷോപ്പ് കീപ്പറിന്റെ പെർസ്പെക്റ്റീവ് വെച്ചിട്ടാണ്. ഷോപ്പ് കീപ്പർ കൊടുത്തത് 960 ഗ്രാം, ശരിക്കും ഉണ്ടായിരുന്നത് 1000 ഗ്രാം ആയിരുന്നു. അപ്പൊ അയാൾക്ക് ലാഭം 40 ഗ്രാം, അയാൾക്ക് ലാഭം. അപ്പൊ ഇവിടുത്തെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 40/960 ഇൻറ്റു 100. ഓക്കെ, ദാറ്റ് ഈസ് 1/24 into 100. That will be 4 1/6. Okay, 4 1/6. A dealer professing to sell his good at a cost price uses 950 gram weight instead of 1 kg. His gain percentage same type തന്നെ. നോക്ക്, 1000 ഗ്രാം വിൽക്കേണ്ട സ്ഥലത്ത് അയാൾ വിറ്റത് 950 ഗ്രാം ആണ്. എന്താണ് ഞാൻ പറഞ്ഞു, CP-യിൽ എത്രയാണോ വിറ്റത് അയാൾ തരാൻ പറഞ്ഞു. 950 ഗ്രാം ഇവിടെ എഴുത്, ഇവിടെ 1000 ഗ്രാം എഴുത്. അയാൾ ലാഭിച്ചത് എത്ര? +50 ഗ്രാം അയാൾ ലാഭിച്ചു. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 50 ഗ്രാം പ്രോഫിറ്റ് പെർസെൻറ്റേജ് പറയുമ്പോൾ 50/950 ഇൻറ്റു 100. ഓക്കെ, 100/90. 20 5 ആയിരുന്നേനെ, 5-നേക്കാട്ട് ഒരു ഇത്തിരി കൂടുതൽ. അപ്പൊ നമുക്ക് 5.95 വരും. 0.26. Okay, 0.26. Okay, 5.26 B. Okay, same type. Shopkeeper uses 940 gram in place of 1 kg. Okay, he sells at a 4% profit. What will be the actual profit percentage? ഇവിടെ എന്ത് ചെയ്യണം അറിയോ? CP എഴുതാ, SP എഴുതാ. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറഞ്ഞു എത്രയാണ് വിൽക്കുന്നത് അയാൾ. ദാറ്റ് ഈസ് 940 ഗ്രാം. ഇൻസ്റ്റെഡ് ഓഫ് വാട്ട് ആണ് അത് ഇവിടെ 1000 ഗ്രാം. ഇനി മേക്സ് പ്രോഫിറ്റ് ഓഫ് 4%. ദാറ്റ് ഈസ് 100 രൂപയുടെ സാധനം 104 രൂപയ്ക്ക് വിൽക്കുന്നു. നോക്കി, ഇനി റേഷ്യോ എടുക്കുമ്പോൾ റേഷ്യോയിൽ എടുക്കണ്ട. അപ്പോൾ 2 0 ഇവിടെ നിന്നും വെട്ടാം, 2 0 ഇവിടെ നിന്നും വെട്ടാം, 1 0 ഇവിടെ നിന്ന് വെട്ടാം, 1 0 ഇവിടെ നിന്ന് വെട്ടാം. ഇത് 2 വെച്ച് വിടുമ്പോൾ ദാറ്റ് ഈസ് ഇവിടെ 47, ഇവിടെ 5 52. ഓക്കെ, ഓക്കെ, ദാറ്റ് ഈസ് 47 എന്ന് പറഞ്ഞ ഐറ്റം ആള് വിൽക്കുന്നത് 52 രൂപയ്ക്ക്. ഇവിടെ നമുക്ക് 5 ബൈ പ്രോഫിറ്റ് എത്രയാണ് ഇവിടെ, എത്രയാണ് കൂടുതൽ? 5. ഓക്കെ, 5 രൂപയുടെ പ്രോഫിറ്റ് ബൈ 47 ഇൻറ്റു 100. ദാറ്റ് ഈസ് 500/47. ഇനി 10.500/47 വരുമ്പോൾ 10 പോയിന്റ് വരും. കാരണം എത്ര? 470 വരെ, ബാക്കി 30 ബാക്കി 10.6 എന്ന് വരും. ഓക്കെ, ബാക്കി റിമൈൻഡറിൽ എത്ര? 282 18 വരും. ഓക്കെ, 10.6 അതിലുണ്ടോ ആൻസർ? ദാറ്റ് ഇസ് സി, ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. A dishonest dealer announces selling his article with 22% loss. ഓക്കെ, ഫസ്റ്റ് ഐറ്റം ക്ലിയർ ആക്കി തരാം. CP SP 22% നഷ്ടം. 100 രൂപയുടെ ഒരു സാധനം 22% നഷ്ടം എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 78 രൂപയ്ക്ക് വിൽക്കും. ആൻഡ് യൂസേഴ്സ് 35% ലൈറ്റർ വെയിറ്റ്. നോക്ക്, ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യാന്ന് അറിയും. ഞാൻ നേരത്തെ പറഞ്ഞു, അയാള് വാങ്ങിക്കാൻ പോകുന്ന ഒരാൾക്ക് എത്രയാണോ കൊടുക്കുന്നത്, ദാറ്റ് ഈസ് ഷോപ്പ് കീപ്പർ എത്ര ഗ്രാമാണോ കൊടുക്കുന്നത് അത് CP-യിൽ ഇതെന്ന് നേരത്തെ പോയി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ്, ഞാൻ സപ്പോസ് ഒരു സാധനം വാങ്ങിക്കാൻ പോവാം, 1 കിലോ അരി വാങ്ങിക്കാൻ പോവാണ്. ഓക്കെ, 1000 ഗ്രാം അരി വാങ്ങിക്കാൻ പോവാണ്. അയാൾ എന്നെ പറ്റിച്ച് 950 ഗ്രാം എനിക്ക് തന്നുള്ളൂ. അപ്പൊ ഞാൻ CP-യിൽ എന്താ എഴുതണ്ടേ? എനിക്ക് എത്രയാണോ കിട്ടിയത്, ഷോപ്പ് കീപ്പർ എത്രയാണോ വിറ്റത് 950, അതാണ് ഇവിടെ എഴുതേണ്ടത്. ഒറിജിനലായിട്ട് എത്രയായിരുന്നു? 1000, അതാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ കേസിൽ നോക്ക്, ഈ ഒരു കേസിൽ ഷോപ്പ് കീപ്പർ 35% ലൈറ്റർ വെയിറ്റ് വെച്ചു. അപ്പൊ ശരിക്കും ഉണ്ടായിരുന്നത് 100 ഗ്രാം ആണ് സപ്പോസ് എടുക്കുക. ഇനി ഷോപ്പ് കീപ്പർ എത്രയാണ് കൊടുത്തത്? ഷോപ്പ് കീപ്പർ കൊടുത്തത് ദാറ്റ് ഈസ് 35% കുറച്ചാണ് കൊടുത്തത്. കുറച്ചത്ര 65 ഗ്രാം. ഒരു കടക്കാരൻ കൊടുത്ത എത്ര? 65 ഗ്രാം. അപ്പൊ അതാണ് CP-യിൽ എഴുതേണ്ടത്. ഒറിജിനൽ ആയിട്ടുള്ളതാണ് SP-യിൽ എഴുതേണ്ടത്. ഓക്കെ, ഇനി 100 വെട്ടിക്കള. അപ്പൊ എന്താണ്? 65 എന്നുള്ളൊരു ഐറ്റം പോകുന്നത് 78-നാണ്. അപ്പൊ നഷ്ടമാണോ ലാഭമാണോ? ലാഭം. എത്ര ലാഭം? 13 ലാഭം ബൈ 65 ഇൻറ്റു 100 ആകും. 100 5 10 20 മാറും. 5 1 5 2 12 13. സോറി 13. ഓക്കെ, 13 വെട്ടിക്കള, ദാറ്റ് വിൽ ബി 20%. 20% പ്രോഫിറ്റ്. A man markup is good by 15%. Okay, but what he gives 920 gram instead of 1 kg to his customer. Find his profit percentage. Okay, CP SP എത്ര ശതമാനം മാർക്ക് ചെയ്തു? 15% എനിക്ക് എഴുതാൻ പറ്റും. 3/15.
20 എഴുതാൻ പറ്റും. അപ്പോൾ 20 രൂപയുടെ ഒരു സാധനം മാർക്ക് ചെയ്ത് 23 രൂപയാക്കി. ഇനി നോക്ക്, ബട്ട് ഹി ഗിവ്സ് 920 gram ഇൻസ്റ്റെഡ് ഓഫ് 1000 gram. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണോ അയാൾ കൊടുക്കുന്നത് അത് സി പിയിൽ എഴുത്. ദാറ്റ് ഈസ് 920 ഇവിടെ എഴുത്. ഇനി എന്താണോ ഒറിജിനൽ 1000 അതാണ് അത് എസ് പിയിൽ എഴുത്. ഓക്കെ, ഇനി 0 വെട്ടിക്കള, 0 വെട്ടിക്കള. ഓക്കെ, 2 4 10 5 ഓക്കെ. നൗ ദാറ്റ് ഈസ് 92 ഉള്ള ഒരു സാധനം പോകുന്നത് 5 15 5 10 11. ഓക്കെ, ദാറ്റ് മീൻസ് 23/92 ഇൻറ്റു 100. ഓക്കെ, ദാറ്റ് വിൽ ബി ഇവിടെ 1/4 ഇൻറ്റു 100. ദാറ്റ് ഈസ് 25%. A man sells a good at 4% loss on the cost price, but he gives 20 gram instead of 40 gram. Okay. 4% എങ്ങനെ എഴുതാൻ പറ്റും? That can be written as 1/25. Okay. CP/SP. 25 രൂപയുടെ ഒരു വസ്തു ഞാൻ വിൽക്കുന്നത് ലോസ് 24 രൂപയ്ക്ക്. ഓക്കെ, ഇനി നോക്ക്, ആൻഡ് ഹി ഗീവ്സ് 20 gram ഇൻസ്റ്റെഡ് ഓഫ് 40 gram. 20 gram കൊടുക്കുന്നു. അപ്പോൾ എത്രയാണ് കൊടുക്കുന്നത്? സി പിയിൽ എഴുതാൻ പറഞ്ഞു 20. ഇനി എത്രയാണ് ഒറിജിനൽ ഉണ്ടായിരുന്നത്? അത് എസ് പിയിൽ എഴുതാൻ പറഞ്ഞു 40. ദാറ്റ് ഈസ് 1:2. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ 25 ആയി മാറും, ഇവിടെ 48 ആയി മാറും. ദാറ്റ് ഈസ് 23. ഓക്കെ, 23/25 ഇൻറ്റു 100. ദിസ് ഈസ് 4 8 12 1 4 8 9 92% ലാഭം, പ്രോഫിറ്റ്. A dishonest shopkeeper claims to sell salt at 25 rupees per kg. The cost price of salt is 25. Okay, 25 kilogram per kg. Rupees 25 per kg. എന്ന് വെച്ചാൽ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും സെയിം ആണ്. Not satisfied with this, he tries to make the profit by removing 200 gram from 1 kg. വാട്ട് ഈസ് ദ ഷോപ്പ് കീപ്പർ പ്രോഫിറ്റ് പെർസെൻറ്റ്? ഞാൻ പറഞ്ഞു CP/SP. അയാൾ എത്രയാണ് കൊടുക്കുന്നത് അത് സി പിയിൽ എടുത്ത് എഴുതാൻ പറഞ്ഞു. അയാൾ ഒരു 1000 ഗ്രാമിന് പകരം അയാൾ കൊടുക്കുന്നത് 800 ഗ്രാമാണ്. ശരിക്കും എത്ര ഉണ്ട്? 1000 ഗ്രാം ഉണ്ട്. റേഷ്യോ എടുക്ക്, ദാറ്റ് ഈസ് വെട്ടിക്കള. ഇവിടെ എത്ര? ദാറ്റ് ഈസ് 4 എടുക്ക്, ഇവിടെ 5 ആക്ക്. ദാറ്റ് ഈസ് 1/4 ഇൻറ്റു 100. ദാറ്റ് ഈസ് 25%. ഓക്കെ, രമേഷ് സെൽ റൈസ് അറ്റ് ₹36 per kg which he purchases for ₹30. ഓക്കെ, CP/SP. 30 രൂപയ്ക്ക് വാങ്ങിച്ചൊരു സാധനം അവൻ വിറ്റത് 36 രൂപയ്ക്ക്. ഓക്കെ, സെറ്റ്. ഓക്കെ, മോർ ഓവർ ഹി ഗീവ്സ് ഓൺലി 800 gram. അയാൾ എത്രയാണ് കൊടുക്കുന്നത്? 800 gram ആണ് കൊടുക്കുന്നത്. ആക്ച്വലി എത്രയാണ്? ഇൻസ്റ്റെഡ് ഓഫ് 1000 gram. ഓക്കെ, while selling find the actual profit percentage. ഓക്കെ, നോക്ക്, this will be 5 and this will be 6 and this will be 4 and this will be 5 get cancel. ഇവിടെ 2, ഇവിടെ ഉള്ളത് 3. അപ്പോൾ that will be 1/2 into 100. That will be 50%. Option. A shopkeeper has a fault of 100 gram in 3 kg weight. He sold 3 kg of potato to Charu costing 46. The cost price of the potato is 12. 12 into 3 is 36. 36 രൂപയുടെ ഐറ്റം അയാൾ 46 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ പ്രോഫിറ്റ് എത്ര? 10 രൂപ. പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 10 രൂപ ഇതിൽ നിന്ന് കിട്ടിയതും പ്ലസ് 10 രൂപ ഇതിൽ നിന്ന് കിട്ടിയതും പ്ലസ്. നോക്ക്, ഇനി ഇതിൽ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ടാട്ടോ. നോക്ക്, അയാൾ വാങ്ങിച്ചത് 36 രൂപയ്ക്കാണ് ആൾ വാങ്ങിച്ചത്. 1 കിലോ വാങ്ങിച്ചത് 36 രൂപ. 3 കിലോ വാങ്ങിച്ചത് ഷോപ്പ് കീപ്പർ വാങ്ങിച്ചത് എത്ര? കോസ്റ്റ് പ്രൈസ് വാസ് 12-36. ഓക്കെ, ഇതിൽ 3000 ഗ്രാം ഉണ്ടായിരുന്നു. ഇനി അയാൾ എത്ര ചീറ്റ് ചെയ്തു? വെറും 100 ഗ്രാം. 100 ഗ്രാം ചീറ്റ് ചെയ്തു. 100 വിട്ട് 100 വിട്ട്. ഓക്കെ, ദാറ്റ് വിൽ ബി 5/6. അതാണ് അയാൾ ചീറ്റ് ചെയ്ത ഭാഗം. 6/5. ഓക്കെ, ദാറ്റ് വിൽ ബി 10 പ്ലസ് 1.2. Okay, that can be 11.2. Option C is the right answer. A trader cheats both his supplier and customer by using a faulty weight. While buying from the supplier, he takes 20% more than the indicated weight. Okay, CP ഉണ്ട് SP ഉണ്ട്. ആക്ച്വലി ഉണ്ടായിരുന്നത് 100 ഗ്രാമാണ്, പക്ഷെ ഷോപ്പ് കീപ്പർ എടുത്തുകൊണ്ടിരുന്നോ 120 ഗ്രാമാണ്. ഓക്കെ, 20% ഷോപ്പ് കീപ്പറിന് ലാഭം. Okay, while he sells to this customer, he gives 20% less than the indicated weight. That is actually എത്ര ഉണ്ടായിരുന്നത്? 1000 ഗ്രാം ഉണ്ടായിരുന്നു. 1000 ഗ്രാം ഉണ്ടായിരുന്നതിൽ ഷോപ്പ് കീപ്പർ കസ്റ്റമറിന് 20% കുറച്ചിട്ടാണ് കൊടുത്തത്. ഞാൻ പറഞ്ഞു എന്താണോ കസ്റ്റമറിന് കൊടുക്കുന്നത് അത് CP യിലായിട്ട് എഴുതാൻ പറഞ്ഞു, 800 എഴുതാൻ പറഞ്ഞു. ഓക്കെ, ഇവിടെ 00 വെട്ടിക്കള. ദെൻ ഇവിടെ അത് 2 0 ഉണ്ട്, അത് വെട്ടിക്കള.
Okay, now it is 2:3. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 1/2 into 100, that is 50%. 50% option A is the right answer. A dishonest trader markup is good by 50%. Okay, 50%, 1/2 markup എത്ര CPSP 50, that is 2 രൂപയുടെ സാധനം 3 രൂപയ്ക്ക് വിൽക്കുന്നു, that is marking up. Okay, and then allowed a discount of 20% on his market price, that is 1/5 and 20%, that is 5 രൂപയുടെ ഒരു സാധനത്തിന് 4 രൂപയ്ക്ക് വിൽക്കുന്നു, അതാണ് ഡിസ്കൗണ്ട്. ഓക്കെ, ഇനി എന്തിട്ടുള്ള അഡീഷണലി ഹി യൂസസ് എ ഫോൾട്ടി സ്കെയിൽ വിച്ച് മെഷേഴ്സ് 900 gram. ആൾ കസ്റ്റമറിന് എത്ര കൊടുക്കുന്നത്? 900 gram ആൾ കസ്റ്റമറിന് കൊടുക്കുന്നത്. ആക്ച്വലി എത്ര ഉള്ള 1000 gram. നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? ഓക്കെ, 0 വെട്ടിക്കള 0 വെട്ടിക്കള 5, ഇവിടെ 2 ആകും, ഈ 2 ക്യാൻസൽ, ദാറ്റ് ഈസ് 9 രൂപയുടെ ഒരു വസ്തു അയാൾ 12 രൂപയ്ക്ക്, ദാറ്റ് ഈസ് 3 9 3 11. Okay, that will be 1/3 into 100, that will be 33%. 33 cents. A shopkeeper markup his good by 35%, 7/20 guys, 7/20. Okay, that is CPSP, that is 20 രൂപയുടെ സാധനം 27 രൂപയ്ക്ക് വിൽക്കുന്നു and gives 23% discount. 23% discount 100 രൂപയുടെ സാധനത്തിന് 77 രൂപയ്ക്ക് വിൽക്കുന്നു. ഓക്കെ, ഇനി എന്തുള്ള? അറ്റ് ദ ടൈം ഓഫ് ബൈയിങ് ഹി യൂസസ് 1120 gram ഇൻസ്റ്റെഡ് ഓഫ് 1 kg. അയാൾക്ക് ലാഭമല്ലേ ഉണ്ടാവുന്നത്? അപ്പൊ നോക്ക്, 1000 ആക്ച്വലി സംഭവത്തിന് 1000 gram ഉണ്ടാകുന്നുള്ളൂ, പക്ഷെ അയാൾ എത്ര എടുത്തുകൊണ്ട് വരുന്നു? അയാൾ എടുത്തുകൊണ്ട് വരുന്നു 1120. അയാൾ എടുത്തുകൊണ്ടിരുന്നു, എത്ര ഗ്രാം അയാൾ എടുത്തുകൊണ്ടിരുന്നു? ഹോൾസെയിലിനെ പറ്റിക്കുന്നു. ആൻഡ് അറ്റ് ദ ടൈം ഓഫ് സെല്ലിംഗ് ഹി ഗീവ്സ്, അയാൾ എത്രയാണ് കൊടുക്കുന്നത്? 880. ആക്ച്വലി എത്ര ഉണ്ടായിരുന്നേ? ആക്ച്വലി 1000 gram ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, ഇതാണ് സംഭവം. ഇനി സെറ്റാക്കാം. 1000 വെട്ടിക്കള, 0 വെട്ടിക്കള, ഇനി പകുതിയാക്ക്, ഇവിടെ 10 ആക്ക്, ഇവിടെ എത്രയാവും? 10 1 12. ഓക്കെ, ഇനിയും വെട്ടിക്കള, ദാറ്റ് ഈസ് ഇവിടെ 44 ആക്ക്, ഇവിടെ 2. ഓക്കെ, 8. ഇനിയും വെട്ടിക്കള, ഇവിടെ 22 ആക്ക്, ഇവിടെ 1. ഓക്കെ, ഇനിയും വെട്ടിക്കള, 11 7. ഓക്കെ, മൊത്തം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 11 0 0 3 0 1 2 3 0. അപ്പോൾ എത്താൻ പോകുന്നത് ഓക്കെ 5 5 3. പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കിയപ്പോൾ 3553 ബൈ 1 1 1 2 3 0 ഇൻറ്റു 0 ഇനിയിപ്പോൾ എത്രയായിരിക്കും? 11 33 3. ഓക്കെ, 33 ബാക്കി 2 വരും, 22 ബാക്കി 3 വരും, 33. ഓക്കെ, ബൈ 10, ദാറ്റ് ഈസ് 32.3%. 32.3. ഓപ്ഷൻ ഡി. സോഹൻ സെൽസ് ഷുഗർ അറ്റ് കോസ്റ്റ് പ്രൈസ്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസ് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു കുഴപ്പമില്ല. ബട്ട് ഈ യൂസസ് ഫോൾട്ടി വെയിറ്റ് ആൻഡ് ദെൻ ഏൺ പ്രോഫിറ്റ് ഓഫ് 28%. Okay, Sohan sells sugar at cost price, but he uses a faulty weight and thus earns a profit of 28%. നോക്ക്, പ്രോഫിറ്റ് 28%, 28/100. CP 28/100. ഓക്കെ, CP 100 ആക്കി എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന SP എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 128. ഇനി നമുക്ക് CPSP എടുത്ത് നോക്കാം. CPSP ഫസ്റ്റ് ഓഫ് ഓൾ 1:1, കാരണം സെയിം റേറ്റിന് വിൽക്കുന്നതും വാങ്ങുന്നതും ഒരേ വിലയ്ക്കാണ്. ഇനി ഹൗ മെനി ഗ്രാം ഓഫ് ഷുഗർ ഈസ് ഗിവിംഗ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് 3.2 kilogram? കൊടുക്കുന്നത്, ഷോപ്കീപ്പർ കൊടുക്കുന്നത്, കസ്റ്റമറിന് കൊടുക്കുന്നത്, ദാറ്റ് ഈസ് എത്രയാണെന്ന് ചോദിക്കുന്നത്. ആക്ച്വലി എത്ര ഉണ്ട്? 3200 ഉണ്ട്. കസ്റ്റമറിന് കൊടുക്കുന്നത് എത്രയായിരിക്കും? അത് എക്സ് ആക്കി എടുക്കണം. സോ അവർ EX by 3200 ബിക്കം ഈക്വൽ ടു CP എന്തായിരുന്നു? 100. SP എന്തായിരുന്നു? 128. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു 3200 ഇവിടെ എഴുത് ഇൻറ്റു 3200. ആൻസർ 2500. നോക്കട്ടെ, ദാറ്റ് ഈസ് 6 4 16 0 0. ഇനി അറിയാം 4 ഈ 16ഉം 64. ഓക്കെ, ഇവിടെ 400 ഇട്ട് 16 × 4 ഒരു കാര്യം ചെയ്യാം, 16 × 100. ഓക്കെ, ഇനി ഇവിടെ 4 വന്നു. ഓക്കെ, ഇനി ഇവിടെ വരും 25 വരും. ഓക്കെ, 2500 ആൻസർ ഓപ്ഷൻ സി. A shopkeeper sells rice at a cost price but uses a faulty, സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസ്
കോസ്റ്റ് പ്രൈസും സെയിം ആണ്. ബട്ട് യൂസ് എ faulty machine. Okay, and thus gives a profit of 25%. How many CPSP 1 ഞാൻ എഴുതുന്നില്ല. How many rice he is giving for 1 kg? ആക്ച്വലി എന്ന് പറയുമ്പോൾ 1 kg ഉണ്ട്. ഓക്കെ, ഇനി അയാൾ എത്ര കൊടുക്കും? അത് എക്സ്. ഇനി നോക്ക് 1/4 ആണ്. ഇനി സി പി എന്ന് പറയുമ്പോൾ 4ഉം എസ് പി എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 5ഉം. കാരണം പ്രോഫിറ്റ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സി പി ബൈ എസ് പി ദാറ്റ് ഈസ് എക്സ് ബൈ 100 വിൽ ബി ഈക്വൽ ടു, ഇവിടെ സി പി എന്താണ് 4, എസ് പി എന്താണ് 5. ഓക്കെ, ദിസ് ഇസ് സിംപ്ലി ഇൻ ടു 5 10. എക്സ് വിൽ ബി ഈക്വൽ ടു 8. സോറിടാ, ഒരു മിസ്റ്റേക്ക്. അപ്പോൾ ഇവിടെ ഒരു 0 വരും. അപ്പോൾ 800. ഓക്കെ, ദാറ്റ് വിൽ ബി 800. സോറി. ഓക്കെ, 800. ഓപ്ഷൻ എ. ഓക്കെ, എ ഷോപ്പ് കീപ്പർ ക്ലെയിംസ് ടു സെൽ, ഇതല്ല ഇതിന് മുമ്പ് ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ഓക്കെ, എ ഷോപ്പ് സെല്ലർ possesses to sell his fruit at the cost rate but gains 5 by 19%. How much does he give for 1 kg? 5 by 19, that is 95 plus 5 100 by 19%, that is 1 by 19. Okay, CP 19 കാണിച്ചാൽ എസ് പി ഉള്ളത് 20. ഓക്കെ, ഇനി നമുക്ക് അതേ തന്നെ എക്സ് ബൈ സി പി അറിയില്ല, എസ് പി how much does he give for 1 kg? 1000 will be equal to 19 by 20. 2 4 50. Okay, it will be 50. X will be equal to 19 into 50. ഒരേ ഒരു സീറോ മാത്രമേ പാടുള്ളൂ, ഒരു സീറോ ഒരേ ഒരു ഓപ്ഷൻ ഉള്ളൂ. ഓക്കെ, 950. ഓക്കെ, ദാറ്റ് ഇസ് 0 45 സോറി 45 5 4 5 9 950. ഓക്കെ, a shopkeeper claims to sell 450 kilogram of rice at a cost price 40 kilogram rupees 40 per kilogram, but he gives 900 gram instead of 1 kg. അപ്പോൾ അതിനകത്ത് സി പി എസ് പി, അയാൾ ആക്ച്വലി 1000 gram ആണ്, പക്ഷെ അയാൾ കൊടുക്കുന്നത് എത്ര? വെറും 900 gram. ഓക്കെ, ഇനി എന്താ അടുത്ത സംഭവം? he makes a profit of 2520 by selling the remaining rice in black market. എങ്ങനെ എഴുതിയത്? ഓക്കെ, നോക്ക് 450 കിലോ അയാൾ ക്ലെയിം ചെയ്യും വിറ്റുന്ന്. ഓക്കെ, കിലോ ഓരോ ഇതിനൊപ്പം അയാൾ 100 gram അടിച്ചു മാറ്റിക്കൊണ്ടുവരും. 100 gram അടിച്ചു മാറ്റിക്കൊണ്ടുവരും ഓരോ കിലോ വെച്ച്. ഇനി മൊത്തം കൂടി അയാൾ അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന കിലോ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 0. ഓക്കെ, ഇത്ര ഗ്രാം അയാൾ അടിച്ചു മാറ്റിക്കൊണ്ടുവരും. ഇതാണ് ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുന്നത്, ബ്ലാക്ക് മാർക്കറ്റ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് നത്തിങ് ബട്ട് 45 kilograms. ഓക്കെ, ഇനി ബ്ലാക്ക് മാർക്കറ്റ് പ്രൈസ്, ബ്ലാക്ക് മാർക്കറ്റിൽ ആൾ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ബ്ലാക്ക് മാർക്കറ്റിൽ എത്ര വിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം 2520 by 25 by 45, ദാറ്റ് ഈസ് ഈക്വൽ ടു 56. ഓക്കെ, 56. ഇനി എന്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ദ റേഷ്യോ ഓഫ് ദ മാർക്കറ്റ് ബ്ലാക്ക് മാർക്കറ്റ് പ്രൈസ് ടു ദ ഒറിജിനൽ പ്രൈസ് എന്ന് വെച്ചാൽ 56 ഇഷ്യൂ ഒറിജിനൽ പ്രൈസ് 40. എൻ്റെ റേഷ്യോ എന്ന് ചോദിക്കുന്നത് എന്ത്? ലൈക്ക് ഒന്നുമില്ല ഇവിടെ, ദാറ്റ് ഈസ് 14. ഓക്കെ, ദാറ്റ് ഈസ് 7:5. ഓപ്ഷൻ ഇല്ല, 7:5. ഓപ്ഷൻ ഡി. നോക്ക്, അയാൾ മനസ്സിലായില്ലേ ക്വസ്റ്റ്യൻ എങ്ങനെയാന്ന്? ഒന്നുമില്ലേ ക്വസ്റ്റ്യൻ്റെ അകത്ത്, ഇത്ര ലെങ്തിയാന്നുള്ളോ. ഓക്കെ, 450 kilogram വിറ്റു എന്ന് ഷോപ്പ് കീപ്പർ ക്ലെയിം ചെയ്യുന്നു. പക്ഷെ ഓരോ കിലോന് വെച്ച് ഷോപ്പ് കീപ്പർ 100 gram അയാൾ ഓരോ കിലോയിലും അടിച്ചു മാറ്റി വെക്കാറുണ്ട്. 100 gram 1 കിലോ വിൽക്കണമെന്ന് പറഞ്ഞാൽ അയാൾ വിൽക്കുന്നത് വെറും 900 gram ആണ്. 100 gram അയാൾ അടിച്ചു മാറ്റി വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ 450 kilogram മൊത്തം അയാൾ വിറ്റുണ്ടെങ്കിൽ അയാൾ അടിച്ചു മാറ്റി കൊണ്ടുവന്നത് ദാറ്റ് വിൽ ബി ഇൻറ്റു 450 ഇൻറ്റു 100 grams ആയിരിക്കും അയാൾ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത്. ഓക്കെ, ദാറ്റ് വിൽ ബി, അങ്ങനെ പറയുമ്പോൾ 45 kilogram അയാളാണ് മോഷ്ടിച്ച് വെക്കുന്നുണ്ട്. ഇനി അയാളത് ബ്ലാക്ക് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുന്നുണ്ട്. അവിടെ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇത്ര രൂപ പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഇതിന്റെ റേറ്റ് കിട്ടും, ബ്ലാക്ക് മാർക്കറ്റ് പ്രൈസ്. അതായത് 56. ഒറിജിനൽ ആൾ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 40. 56:40 അതാണ് റേഷ്യോ. അങ്ങനെ 14:18. അത് 7:5. ബി പർച്ചേസസ് 15 kilogram ആപ്പിൾ അറ്റ് ദ റേറ്റ് ഓഫ് 180 ഫ്രം ദ ഹോൾസെയിലർ ഹു യൂസസ് എ വെയിറ്റ് ഓഫ് 950 kilograms 4 kg വെയിറ്റ്. അപ്പം നമുക്ക് സി പി എസ് പി ആക്ച്വലി ഉണ്ടായിരുന്നത് 1000 gram ആയിരുന്നു. പക്ഷെ നമ്മുടെ ഹോൾസെയിലർ ഇയാളെ പറ്റിക്കും. ഇവിടെ റിവേഴ്സ് ആക്കി എഴുതണം. ഹോൾസെയിലറിന്റെ കേസിൽ റിവേഴ്സ് ആക്കി എഴുതണം. കാരണം നമുക്ക്
നഷ്ടമാണ് പറ്റുന്നത്. ഇവിടെ നിന്ന് നഷ്ടം 50 ഗ്രാം നഷ്ടം പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിവേഴ്സ് ആക്കി എഴുതണം. ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ എന്തായിരുന്നു ഷോപ്പ് കീപ്പർ കസ്റ്റമറിന് കൊടുക്കുന്നത്, അത് ഞാൻ സി പിയിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഷോപ്പ് കീപ്പറിനും കസ്റ്റമറിൻ്റെ കേസിൽ, ഇനി ഹോൾസെയിലറിൻ്റെയും ഷോപ്പ് കീപ്പറിൻ്റെ കേസിൽ വരുമ്പോൾ ഹോൾസെയിലർ എന്താണോ കൊടുക്കുന്നത്, അത് എസ് പിയിൽ എഴുതണം. ഇനി ഹോൾസെയിലർ ആക്ച്വലി എന്താണ്, അത് സി പിയിൽ. കാരണം നമ്മുടെ ഷോപ്പ്, ഒരു കാര്യം മാത്രം അർത്ഥം മതി, അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. നമ്മുടെ ഷോപ്പ് കീപ്പറിന് ലാഭമാണ് നഷ്ടമാണ് ഉണ്ടാവുന്നത്, നഷ്ടം. അപ്പോൾ നഷ്ടം ഉണ്ടാവണമെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി ഇവിടെ ഈ സൈഡിലല്ല എഴുതണ്ടേ. ഓക്കെ. Now B sold all the apples at 180 per kilogram. അപ്പോൾ സെയിം തന്നെയായിരുന്നു, സി പിയും എസ് പിയും സെയിം, അപ്പോൾ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് യൂസ്ഡ് എ വെയിറ്റ് ഓഫ് 750 ഫോർ 1 kg. അമ്പടകള. അപ്പോൾ കൊടുക്കുന്നത് എന്തായിരുന്നു, ഷോപ്പ് കീപ്പർ കസ്റ്റമറിന് കൊടുക്കുന്നത് 750, അത് ഇവിടെ എഴുതാം, സി പിയിൽ എഴുതാം. ആക്ച്വലി എത്ര, 1000. ഓക്കെ. ഫൈൻഡ് ദ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഏൺ ബൈ ബി. ഓക്കെ, ദിസ് ഇസ് സിമ്പിൾ. ഓക്കെ, that is 20 by 75 into 100. Okay, this is 3 and this is 4. That is 80 by 3 3 6 2 2 3 6 6.66. That is 27 ഉണ്ടോ, 26.67. Option B. Our weighing machine shows 400 gram. ഷോസ് എത്ര, 400 ഗ്രാം കാണിക്കും. വെൻ ദ ആക്ച്വൽ വെയിറ്റ് ഈസ് 350 ഗ്രാം. ഓക്കെ, 400 ഗ്രാം എപ്പോഴാണ് കാണിക്കുക, 350. ആക്ച്വലി 350 ഗ്രാം ഉണ്ടാവുള്ളൂ, പക്ഷെ മെഷീനിൽ കാണിക്കുന്നത് എത്ര, 400 ഗ്രാം, 50 ഗ്രാം കട്ട്. ഓക്കെ, ദ കോസ്റ്റ് ഓഫ് ആൽമണ്ട് ഇസ് 880 per kilogram. ഓക്കെ, പാക്കറ്റ് ഓഫ് 200 gram ആർ മെയ്ഡ്. 200 ഗ്രാമിൻ്റെ പാക്കറ്റ് ഉണ്ടാക്കുന്നു. ഓക്കെ, നോക്ക്, 200 ഗ്രാമിൻ്റെ പാക്കറ്റ് ഉണ്ടാക്കുന്നു. നോക്ക്, 400 ഗ്രാമിൽ 350 കാണിക്കും. അപ്പോൾ 200 ഗ്രാമിൽ എത്ര കാണിക്കുക, നോക്ക്, 400 ഗ്രാമിൽ കാണിച്ചു തരാം. 400 ഗ്രാമിൽ മെഷീനിൽ കാണിക്കുന്നത് 400, ആക്ച്വലി എത്രയായിരുന്നു, 350 ഗ്രാമോ അതിൻ്റെ അകത്ത് ഉള്ളൂ. അപ്പോൾ ഇനി ഇതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ എത്ര വരുന്നത്, 200 ഗ്രാം. മെഷീനിൽ കാണിക്കുന്നത് 200 ഗ്രാം, പക്ഷെ ആക്ച്വലി എത്രയുണ്ട്, ദാറ്റ് വിൽ ബി 175 ഗ്രാം മാത്രമേ ആക്ച്വലി ഉള്ളൂ. അപ്പോൾ എത്ര ഗ്രാം പറ്റിച്ചു, 200 ഗ്രാം ആൻസർ 25 ഗ്രാം പറ്റിച്ചു. 200 ഗ്രാം ആൻസർ, നമ്മൾ 200 ഗ്രാമിൻ്റെയാണ് ഇതുണ്ടാക്കുന്നത്. ഇനി നോക്ക്, are made using faulty machine. What should be the selling price of each packet? Selling price of each packet to get a profit of 25%. Okay. ഇനി ഒരു കിലോന് വില എന്ന് പറയുമ്പോൾ 850 റുപ്പീസ്, 850. ഓക്കെ, ഇനി 200 ഗ്രാമിനോ, ദാറ്റ് വിൽ ബി ഡിവൈഡഡ് ബൈ 5. 5 കൊണ്ട് ഡിവൈഡ് 5 1 3 7 വരും, ഇവിടെ 3 വരും. ദാറ്റ് വിൽ ബി 176. ഓക്കെ, നമുക്ക് എഴുതാം സി പി. വേറെ മെത്തേഡ് കാണിച്ചു തരാം. സി പി എസ് പി. ആക്ച്വലി ഷോപ്പ് കീപ്പർ എടുത്ത് എത്ര കൊടുക്കുന്നത്, എടുത്ത് കൊടുക്കുന്നത് നോക്ക്, 175 ഗ്രാം ആക്ച്വലി കൊടുക്കുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ എത്രയാണ് കസ്റ്റമറിന് കൊടുക്കുന്നത്, 175. ആക്ച്വലി ഉള്ളത് 200. ഓക്കെ, ഇനി അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്ര, 176. ഓക്കെ, ഇൻറ്റു കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം, എക്സ്. ഇനി പ്രോഫിറ്റ് എത്ര ഉണ്ടാവുന്നത്, ഉണ്ടാവുന്ന എത്ര, 25%. 25% എന്ന് പറയുമ്പോൾ 1/4. 1/4 എന്ന് പറയുമ്പോൾ സി പി 4 എസ് പി 5. ഓക്കെ, സെറ്റ് അല്ലേ. ഇനി തൊട്ടിക്കളാ, ഇത് എത്രയായിരിക്കും, ഇവിടെ 7 വരും, ഇവിടെ 8 വരും. ഓക്കെ, ഇനി 8 വെച്ച് ഇവിടെയും പോകും. ഇവിടെയുള്ള 8 16 2, 8 16 2. ഓക്കെ, അപ്പോൾ 7 into 22 by എക്സ് വിൽ ബി ഈക്വൽ ടു 4/5. ഓക്കെ, ഇവിടെ 11 ആക്ക്, ഇവിടെ 2 ആക്ക്. ഓക്കെ, ഇനി എന്താ വരുന്നത്, ഇനി വരുന്നത് ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 77 into 5/2. ഓക്കെ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 35 3 35 വീണ്ടും 38/2. ദാറ്റ് വിൽ ബി 119 2 4.5 192.5 ആണ് ആൻസർ. ഇനി വേറെ മെത്തേഡ് കാണിച്ചു തരാം, 192.5. ഓക്കെ, വേറെ മെത്തേഡ് കാണിച്ചു തരാം പിള്ളേരെ. ഇത് മനസ്സിലായില്ലേ, 200 ഗ്രാം 175 ആയിരിക്കും, കാരണം പകുതിയാക്ക്.
ദാറ്റ് ഈസ് ആക്ച്വലി 400 ഗ്രാം ഉള്ള ഒരു സാധനം ഷോപ്പ് കീപ്പർ വിൽക്കുന്നത് 350 ഗ്രാം വിൽക്കുന്നുള്ളൂ. ഇനി അയാൾ പകുതി ആക്കി രണ്ടും പാക്കറ്റ് ഉണ്ടാക്കി 200 ഗ്രാം വെച്ചാൽ ഇതിന്റെ പകുതി 350 പകുതി 125. അത് സെറ്റ് അല്ലേ? അത് സെറ്റ്. അല്ലെങ്കിൽ ഇതും വേണ്ട, കാണിച്ചത് ഇതില്ലെങ്കിലും കുഴപ്പമില്ല. CPSP പകുതി ആക്കാണ്ട് ഡിഫറൻസ് അല്ലേ? അതിനകത്ത് എന്നുള്ള ക്വസ്റ്റ്യൻ എന്താ അതുപോലെ എഴുതിക്കും. ഞാൻ പറഞ്ഞു കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താണോ ഷോപ്പ് കീപ്പർ വിൽക്കുന്നത്, എത്രയാണോ വിൽക്കുന്നത്, ആക്ച്വലി വിൽക്കുന്നത് 350, ആക്ച്വലി ഉള്ളത് 400. ഇത് ഇതിന്റെ ക്വാണ്ടിറ്റി ആണ്. ഇനി ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ്. ഓക്കെ, പ്രോഫിറ്റിന് റേറ്റ് എടുക്കാം, ഡയറക്റ്റ് എടുത്തോ. പ്രോഫിറ്റിന് റേറ്റ് എന്ന് പറയുമ്പോൾ 25%, ദാറ്റ് ഇസ് 4:5. 4. ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇത് ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ, അതുപോലെ ഇത് ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഞാൻ ഇത് റേഷ്യോസ് ലെസൺ എടുക്കുമ്പോൾ ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഇവിടെയുള്ള വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സിംപ്ലി ദിസ് വിൽ ബി, ഈ വാല്യൂ എന്ന് പറയുമ്പോൾ ദിസ് വിൽ ബി ഇൻറ്റു ഇതായിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഇല്ലേ, 4 × 8 32 ഇവിടെ വരും. അതുപോലെ തന്നെ ഈ വാല്യൂ എന്ന് പറയുമ്പോൾ ദിസ് ആയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ 35 എന്ന് വരും. ഓക്കെ, 35 വരും. ദാറ്റ് വിൽ ബി 32:35. ഇനി എന്താ ചെയ്യേണ്ട? ഒന്നുമില്ല, സിംപ്ലി 880 എന്നുണ്ടായിരുന്നില്ല ആദ്യം. 880 ഇത് കോസ്റ്റ് പ്രൈസ് ആയിരുന്നു, ഇൻറ്റു 32 ഡിവൈഡ് ബൈ 32 ഇൻറ്റു 35 ആൻസർ കിട്ടും. ഇനി ഒരു കാര്യം കൂടി, 880 എന്ന് പറയുമ്പോൾ 1 കിലോൻ്റെ അല്ലേ? നമുക്ക് 1 കിലോ ആവശ്യമില്ല, 200 ഗ്രാമിൻ്റെ മാത്രം ആവശ്യം മതി. അതായിട്ട് ഇൻറ്റു 1/5 എന്ന് വേണം ചെയ്യാം. ഓക്കെ, ആൻസർ കിട്ടും. 1/5 വേണം ചെയ്താൽ ആൻസർ കിട്ടും. ദാറ്റ് വിൽ ബി ഇൻറ്റു 7 ചെയ്യുമ്പോൾ 192.5